യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ഈ അഭിഷേക ജ്വാല ശുശ്രൂഷ 2-ാം ദിവസത്തിലേക്ക് നിങ്ങൾ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എഴുതിക്കൊണ്ട നിയോഗങ്ങളൊക്കെ ഇവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ട് അതിനകത്ത് ഇടാൻ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ നിയോഗം ഇന്നലെ രാത്രി വീട്ടിൽ പോയപ്പോൾ പ്രാർത്ഥിച്ചു എഴുതി. അവരൊന്ന് കൈ ഉയർത്തി പ്രത്യേകം നിയോഗത്തെ വേണ്ടി പ്രാർത്ഥിച്ചു എഴുതി. അപ്പം ആവശ്യമുള്ള കൈ ഉയർത്താനാണ് പറഞ്ഞത്. എത്ര പേര് എഴുതി തരാൻ വേണ്ടിയാണ്. ഒന്ന് കൈ ഉയർത്തി ഒന്നോടെ അവരൊന്ന് എഴുന്നേറ്റ് നിന്ന് എത്ര പേര് വില കൊടുത്ത് ചുരുങ്ങിയ വർഷം പ്രാർത്ഥിച്ചു എന്നറിയാൻ വേണ്ടിയാ ആ നിയോഗം എഴുതിക്കൊണ്ടെന്ന് പറയുന്നത്. എഴുന്നേറ്റ് നിന്നേ. ഈ ബക്കറ്റ് ഒന്ന് അങ്ങോട്ട് പാസ് ചെയ്തോ. ബക്കറ്റ് അങ്ങോട്ട് എടുത്തുക്കാം. ഒരാളും കൂടെ വന്ന് ഈ ബക്കറ്റ് എടുത്ത് അങ്ങോട്ട് പാസ് ചെയ്തോ. ഇങ്ങോട്ട് വരണ്ട, അല്ലാതെ നടന്നു ക്ലേശം അനുഭവിക്കേണ്ട. കൈ നിയോഗം നിങ്ങളിപ്പോൾ എഴുതിയില്ലെങ്കിൽ എഴുതിയിടുക. തീർച്ചയായിട്ടും വൈകുന്നേരം അച്ഛൻ പോകുമ്പോൾ അത് കൊണ്ടുപോകും. വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഓർക്കപ്പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരുന്നോളൂ. എഴുതാത്ത മക്കൾ ഈശോ നിങ്ങളെ സ്പർശിക്കണമെന്ന് നിനക്ക് തോന്നുന്ന നിയോഗമുണ്ടെങ്കിൽ എഴുതിയിടുക. നിർബന്ധമില്ല. ഹല്ലേലൂയ. ഇന്നലെ പറഞ്ഞ പോലെ അച്ഛ പ്രാർത്ഥിച്ചു, കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ജപമാലയെങ്കിലും കൺവെൻഷന് വിജയത്തിൻ്റെ പ്രാർത്ഥിച്ചവരൊന്ന് കൈ ഉയർത്താമോ? ഒരു ജപം. ഒത്തിരി പേരുണ്ട്. ഓക്കെ. അച്ഛൻ എന്താ പറഞ്ഞു? ഒരു ജപമാലയാണ്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ 10 ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. കൺവെൻഷൻ വലിയ അനുഗ്രഹമായി മാറാൻ വേണ്ടി 10 ജപമാല ഞാൻ ചൊല്ലിയത്. ആ മക്കൊന്ന് കൈ ഉയർത്തി. 10 ജപമാല ചൊല്ലിയവർ ഒന്ന് വീശി കാണിച്ച് അവിടുന്ന് എഴുന്നേറ്റ് നിന്നേ. അവർ കാണട്ടെ. അവർ വാക്ക് പോലെ കൈതാത്തിട്ട് അച്ഛ ചെല്ലാൻ നോക്കി പറ്റിയില്ല. 5 ചൊല്ലി അവർന്ന് എഴുന്നേറ്റ് കൈയാണ് ഉയർത്തി കൈതാത്തിട്ട്. ഒരെണ്ണം പോലും ചെല്ലിയില്ല എൻ്റെ വിന്യച്ച. എന്നാലും കൈ ഉയർത്തണ്ട. ധ്യാനത്തിന് മൂടുകളയിലായതിന്. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം ഇന്നലെ വീട്ടിൽ ചെന്നപ്പോൾ ഒരാളോടെങ്കിലും ഈ ധ്യാനത്തെ പറ്റി പറഞ്ഞു. ഒരാളുടെയും ഫോൺ വിളിച്ച് ഞാൻ നിമിത്തമായിട്ട് ഒരാളെങ്കിലും കൊണ്ടുവരാൻ ശ്രമിച്ചു. അവർന്ന് കൈ ഉയർത്തി. ഒരാളെങ്കിലും പറഞ്ഞു വരും. സന്തോഷമുണ്ട്. അവർക്ക് ഒന്ന് നല്ലൊരു കൈയ്യടിയെടുത്ത് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞ പോലെ നമ്മൾ ഓരോ മേഖലയും കണ്ടെത്തി പ്രാർത്ഥിച്ച് വിടുതലിന് പ്രാർത്ഥിക്കും കേട്ടോ. ഹല്ലേലൂയ. ഗാകുൽത്തായി നടത്തുന്ന ശുശ്രൂഷകൾ ഇവിടെ നടത്തുന്നത് കേട്ടോ. 2 ദിവസമാണെങ്കിൽ പോലും കുറേശ്ശെ ഞങ്ങൾ നടത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പം കുമ്പസാരം തുടങ്ങിയിട്ടുണ്ട്. കുമ്പസാരിക്കാൻ ആവശ്യമുള്ളവരെ അവരൊന്ന് ബാക്കിൽ ഒന്ന് കൈ ഉയർത്തും. കുമ്പസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ അവരൊന്ന് ബാക്ക് ഒരു കാര്യം ചെയ്തോ. കയറിയിരുന്നോ ഫ്രണ്ടിലേക്ക്. കുമ്പസാരിക്കാൻ ആവശ്യം എന്നിട്ട് ബാക്കിലേക്ക് ഒന്ന് പോകാമോ? എല്ലാവരും ഓടി പോകണ്ട. കുമ്പസാരിക്കാൻ ആവശ്യമുള്ള ബാക്കിലൂടെ കൈ ഉയർത്തി ബാക്കിലുള്ളവർ അപ്പോൾ അവരെ പ്രേക്ഷിത വിളിച്ചു കൊണ്ടുപോകും കേട്ടോ. സംഘാടകരെ വിളിച്ചു കൊണ്ടുപോകും. ഇത് നിങ്ങൾ ഉപകാരം ചെയ്യോ. ഇന്നലെ നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും അനേകർ വരുമെന്ന് അച്ഛൻ ഉറപ്പുണ്ട്. ഇന്നലെയൊക്കെ ഞങ്ങൾ ഏറെ സമയം ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതുപോലെ ഞങ്ങൾ തൃശ്ശൂർക്ക് വിളിച്ചു പറഞ്ഞു. അവരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൺവെൻഷന് വേണ്ടി 100 കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദൈവം അനേകരെ കൊണ്ടുവരും. വരുന്ന മക്കൾക്ക് തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹം കൊടുക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വളരെ മേത്ത് ടാറ്റ തന്നേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ മുന്നോട്ടൊന്ന് കയറിയിരിക്കാമോ? നിൻ്റെ മുന്നിൽ ഒരു സീറ്റ് ഒരു കസേര ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് കയറിയിരിക്കാമോ? ബാഗ് വെച്ചിട്ട് ബാഗ് എടുത്ത് കളയണ്ട. അല്ലെങ്കിൽ ഒന്ന് കയറിയിരുന്നോ. ഒരു കസേര നിൻ്റെ മുന്നിൽ ഫ്രീ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറിയിരിക്കുക. നിർബന്ധിക്കുന്നില്ല. സന്തോഷമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് പ്രിയമുള്ളവരെ. റൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ റൂത്തിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. റൂത്തിൻ്റെ അമ്മായിയമ്മയായ നവോമിയും 2 ആമക്കളും ഭർത്താവും കൂടി അടുത്ത ദേശത്തേക്ക് പോവുകയാണ്. ദൈവം തെരഞ്ഞെടുത്ത ആ ദേശത്തെ ക്ഷാമമുണ്ടായപ്പോൾ, അല്പസമയത്തെ സഹനം സഹിക്കാൻ വയ്യാതായപ്പോൾ അടുത്ത ദേശത്തേക്ക് പോവുകയാണ്. നവോമിയും ഭർത്താവും 2 ആമക്കളും അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് അവർ ജീവിക്കുന്നു. പാപി ചെല്ലുന്നിടത്രം പാതാളം എന്ന് പറയുന്ന പോലെ അവിടെ ചെല്ലുമ്പോൾ നവോമിയും
മക്കൾക്കും അവിടെ ദാരിദ്ര്യം അനുഭവിക്കുക. ഈ കുമ്പസാരിക്കാൻ 2 പേര് കൂടി ലൈൻ നിൽക്കാൻ പാടില്ല എന്ന് അച്ഛൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. കൗൺസിൽ പ്രേക്ഷകർ ശ്രദ്ധിച്ച് എല്ലാവരും അവിടെ പോയി നിൽക്കരുത്. 2 പേര് മാത്രം കുമ്പസാര കൊണ്ട് അടുത്തുനിന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പേര് ലൈനായിട്ട് നിൽക്കരുതേ എന്ന് അച്ഛൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവർ, ഇന്നലെ അച്ഛൻ പറഞ്ഞ പോലെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെയും കുടുംബജീവിതത്തെയും സമർപ്പിച്ചുകൊണ്ട് മറ്റു ബന്ധനങ്ങളെല്ലാം സമർപ്പിച്ച് വിടുതലിന് വേണ്ടി നിങ്ങൾ ഒരുക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിച്ചോളണം. നിങ്ങൾ ആ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രത്യേക ശുശ്രൂഷ അത് സമർപ്പിച്ച് വിടുതൽ പ്രാർത്ഥിക്കും കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോളണം. റൂത്താണ് ഏറ്റവും നല്ല ഉദാഹരണം. നവോമിയാണ് ഉദാഹരണം. നവോമി ഭർത്താവും കൂടി പോകുകയാണ്. ആ വിജാതി ദേശത്ത് നിന്നു ദൈവം ആഗ്രഹിക്കാത്ത ഒന്നായിരുന്നു. അവിടെ ചെന്നപ്പോൾ എന്ത് ചെയ്തു? വലിയ ദാരിദ്ര്യമാകുന്നു. എന്നിരുന്നാലും നവോമിയും ഭർത്താവും മക്കളും മരുമക്കളും അവിടെ ജീവിക്കുന്നു. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നവോമിയുടെ ഭർത്താവും 2 ആൺമക്കളും മരിച്ചു. അപ്പോൾ നവോമി തൻ്റെ മരുമക്കളെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചു, ആൺമക്കളായ 2 പേരും മരിച്ചു, നിങ്ങൾ 2 പേരും മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾ ചെറുപ്പമാണ്, അതുകൊണ്ട് എന്നാ ചെയ്യണം? വീണ്ടും ഒരു വിവാഹം സ്വീകരിച്ച് വിവാഹം കഴിച്ച് ഇന്ന ദേശത്ത് നിങ്ങൾ ജീവിക്കണം. എന്നിട്ട് നവോമി പറഞ്ഞു, ഞാൻ തിരിച്ചു പോകുക, എൻ്റെ ദേശത്ത് ഞാൻ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. നവോമിയുടെ 2 മരുമക്കളും പറഞ്ഞു, അമ്മയില്ലാതെ ഞങ്ങൾക്ക് ജീവിതം വേണ്ട, അമ്മ പോകുകയാണെങ്കിൽ ഞങ്ങളും വരുമെന്ന് പറഞ്ഞു. പക്ഷെ മൂത്ത മരുമോൾ അത്ര കാര്യമായിട്ട് പറഞ്ഞൊന്നുമല്ല. 2ാമത്തെ മരുമോളായ റൂത്ത് കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. അവൾ പറയുന്നൊരു വാക്യമുണ്ട്, അമ്മ പോവുകയാണെങ്കിൽ അമ്മയ്ക്ക് മറ്റാരുമില്ല, അമ്മയ്ക്ക് അമ്മയുടെ ഭർത്താവില്ല, ആ മക്കൾ ആരുമില്ല. ശരിയാണ്, ഞങ്ങൾ ഈ ദേശത്തിലെ മക്കളാണ്, ഞങ്ങൾക്കിവിടെ വിവാഹം കഴിച്ച് ജീവിക്കാം. എന്നിരുന്നാലും ആ നവോമിയോട് തൻ്റെ മരുമകൾ പറയാണ്, അമ്മയ്ക്കില്ലാത്തൊരു സന്തോഷം ഞങ്ങൾക്ക് വേണ്ട. ഈ കാലഘട്ടത്തിൽ ഏത് മരുമക്കൾ പറയും അമ്മായിമ്മടത് അമ്മയ്ക്കില്ലാത്ത സന്തോഷം വേണ്ടെന്ന്. ഈ അമ്മായിമ്മ മരുമോള് വഴക്കുള്ള വീട്ടിൽ ഞാൻ പറയും, 2 പേരും കൂടി ആ റൂത്തിൻ്റെ പുസ്തകം ഒന്ന് വായിക്കാൻ പറയും. കറക്റ്റാ. നിങ്ങൾ ചിന്തിച്ചു നോക്കി. അമ്മായിമ്മയോട് പറയുക, മൂത്ത മരുമോട് പറഞ്ഞൊന്നുമില്ല, 2ാമത്തെ എന്താ പറഞ്ഞത്? അമ്മായിമ്മയ്ക്കില്ലാത്ത സന്തോഷം ഞങ്ങൾക്ക് വേണ്ടാന്ന്. എത്ര മനോഹരമായ ഒന്നാണല്ലേ. ഏതായാലും പ്രിയമുള്ളവരെ, റൂത്ത് പറയുക മാത്രമല്ല, നവോമിയായ തൻ്റെ അമ്മായിമ്മയുടെ ദേശമായ യൂദാ നഗരത്തിലേക്ക് പോയപ്പോൾ നവോമിയുടെ ഒപ്പം റൂത്തും പോയി. അവിടെ ചെന്നപ്പോഴാണ് എന്താ സംഭവിച്ചെന്നറിയാമോ? കുറേ നാളുകൾക്ക് ശേഷം നവോമിയെ കണ്ടപ്പോൾ ആ ദേശത്തെ ജനങ്ങൾ എന്താ പറഞ്ഞത്? 1-ാം അധ്യായം 10 മുതൽ വാക്യങ്ങൾ പറയുന്നു. അവർ ബേത്ലഹേമിലെത്തി, പട്ടണം മുഴുവൻ അവരെ കണ്ട് വിസ്മയിച്ചു. ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് നവോമിയെ കാണുന്നത്. ജനങ്ങൾ വിസ്മയിച്ചു. വീണ്ടും പറയുന്നു, ഇത് നവോമിയോ എന്ന് സ്ത്രീകൾ പരസ്പരം ചോദിച്ചു. നവോമിയെ കണ്ടിട്ട് സ്ത്രീകൾ ചോദിച്ചു, ഇത് നവോമി എന്ന്. നവോമി പറഞ്ഞു, എന്താ പറഞ്ഞറിയാമോ? ഞാൻ തന്നെയാണ്, പക്ഷേ ഒരു ഉപകാരം ചെയ്യണം. ദൈവത്തെ ഓർത്ത് ഇനി നിങ്ങൾ ആരും എന്നെ നവോമി എന്ന് വിളിക്കരുത്, മറിച്ച് എന്നെ മാറ എന്ന് വിളിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ആരും എന്നെ നവോമി എന്ന് വിളിക്കരുത്, മറിച്ച് എന്നെ മാറ എന്ന് വിളിക്കണം. കാര്യമുണ്ട്. നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം പ്ലസന്റ്, സന്തോഷവതി എന്നാ. മാറ എന്ന വാക്കിൻ്റെ അർത്ഥം കയ്പ്, ബിറ്റർ, ദുഃഖത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞത്. കാര്യമുണ്ട്. അതിന് നവോമി തന്നെ പറയുന്ന ഉത്തരമുണ്ട്. നവോമി എന്താണ് പറഞ്ഞത്? അവൾ പറഞ്ഞു, എന്നെ നവോമി എന്നല്ല മാറ എന്നാണ് വിളിക്കേണ്ടത്. സർവശക്തൻ എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത്. പ്രൈസ് ദി ലോർഡ്.
ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. നവോമി പറഞ്ഞു, ഇനി ആരും എന്നെ നവോമി എന്ന് വിളിക്കരുത്, മറിച്ച് എന്നെ മാറാന്ന് വിളിക്കണം. കാര്യമുണ്ട്, സർവശക്തനായ ദൈവം എന്നോട് വളരെ കഠിനമായിട്ടാണ് പറഞ്ഞത്. എന്താണത്? താൻ ചെയ്ത തെറ്റ് അവൾ അംഗീകരിക്കുന്നില്ല. സർവശക്തനായ ദൈവം അവളോട് ഒരു തരത്തിലും കഠിനമായി പെരുമാറിയില്ല. പക്ഷേ അവളുടെ പ്രവൃത്തി തന്നെയാണത്. അവൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവൾ കൊയ്തെടുത്തു എന്ന് മാത്രമുള്ളൂ. ദൈവം കൊടുത്ത ദേശമാണ്. ആ ദേശത്തെ മറന്നുകൊണ്ട് അല്പം ദാരിദ്ര്യവും ദുഃഖവും ക്ലേശവും അനുഭവിച്ചപ്പോൾ അന്യദേശത്തേക്ക് അവൾ പോയി. അവളുടെ യാത്രയാണ്, അവളുടെ തീരുമാനമാണ് അവളുടെ ജീവിതം കഠിനമാക്കിയത്. ഹല്ലേലൂയ. ദൈവമാരെയും ശിക്ഷിക്കുന്നില്ല, ദൈവമാരെയും ശിക്ഷിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവൃത്തി ഫലം നാം കൊയ്തെടുക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നീ വിതയ്ക്കും നീ കൊയ്യുമെന്ന് വചനം പറയുന്നത്. നീ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ അളക്കുമെന്ന് അളന്ന് കിട്ടുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അല്ല, ദൈവമാരെ ശിക്ഷിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ തൻ്റെ ജീവിതം കഠിനമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ പരിതപിച്ചെങ്കിലും അവൾ മാറുന്നുണ്ട്. നോക്കുക, പിന്നീട് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, ദൈവിക ചിന്തയിൽ വളരുന്ന ജീവിക്കുന്ന ഒരു വ്യക്തിയായി നവോമി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും നല്ല ഉദാഹരണം, തനിക്ക് ലഭിക്കാവുന്ന സന്തോഷമെല്ലാം വേണ്ടാന്ന് വെച്ച് തന്നോടൊപ്പം പുറപ്പെട്ട തൻ്റെ പ്രിയപ്പെട്ട മരുമകള റൂത്തിന് വേണ്ടി നവോമിയെല്ലാം ക്രമീകരണം നടത്തുകയാണ്. തൻ്റെ മരുമകൾക്ക് അവളുടെ ദേശത്ത്, ആ വിജാതീയ ദേശത്ത് സുഖമായി ജീവിക്കാമായിരുന്നു. എന്നാൽ തന്നെ പ്രതി തനിക്ക് ലഭിക്കാവുന്ന സുഖ സന്തോഷങ്ങൾ വേണ്ടാന്ന് വെച്ച് റൂത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു? ആ റൂത്തിൻ്റെ ഭാവിക്ക് വേണ്ടി ക്രമീകരണം നടത്തുന്ന നവോമിയെ കാണുകയാണ്. അതുകൊണ്ടാണ് നവോമി തൻ്റെ ചാർച്ചക്കാരനായ ബോവാസുമായിട്ട് റൂത്ത് വിവാഹം ഏർപ്പെടുത്തുന്നു. Keep it down. You can keep it down. Praise the Lord. Hallelujah. പറഞ്ഞേ ഹല്ലേലൂയ. റൂത്ത് ബോവാസുമായി വിവാഹം കഴിക്കുന്നു. അതൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ എന്തു പറഞ്ഞു എന്നറിയാമോ? റൂത്തിന് കുഞ്ഞ് ജനിച്ചു എന്നല്ല പറഞ്ഞത്, മറിച്ച് നവോമിക്ക് ഒരു കുഞ്ഞ് ജനിച്ചു എന്നാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാന ഭാഗത്ത് നാം കാണുക, പ്രിയമുള്ളവരെ, റൂത്തിനും ബോവാസും ജനിച്ച കുഞ്ഞിന് സ്വന്തം കുഞ്ഞെന്ന് പോലെ ലാളിക്കുന്ന ഒരമ്മയുടെ ചിത്രം കാണുകയാണ്. അച്ഛൻ ഈ ശിശുവിൻ്റെ ആദ്യ ഭാഗത്ത്, ഇന്ന് അച്ഛൻ ബൈബിളിന് ബേസ് ചെയ്യായിട്ടാണ് കുറേ കാര്യങ്ങൾ പറയുന്നത്, മറ്റൊന്നുമല്ല. വ്യക്തിപരമായ ജീവിതത്തിൽ ഏതെല്ലാം ബന്ധനമുണ്ട് അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും കണ്ടെത്താൻ വേണ്ടി ശുശ്രൂഷയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ആരും കൂടെ എഴുന്നേറ്റ് വരണ്ട കേട്ടോ. ഇത്ര ബക്കറ്റ് പാസ് ചെയ്തു, പെങ്ങൾ അവിടെ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ എന്താണെന്നറിയാമോ, എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ വരും. അതുകൊണ്ടാട്ടോ ഏറ്റവും ഫ്രണ്ട് ബക്കറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബക്കറ്റ് ഒരു 15 മിനിറ്റ് ഒന്നോടെ റൗണ്ട് ചെയ്യാം കേട്ടോ, ഒന്ന് റൗണ്ട് ചെയ്തോളാം. ആരും ഇങ്ങോട്ട് വരണ്ട. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ടാറ്റ വന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദര സഹോദരി, ഈ നവോമിയുടെ ജീവിതത്തിൽ അവസാന ഭാഗത്ത് നവോമി എന്ത് ചെയ്തു? സന്തോഷവതിയാകുന്നുണ്ട്. ഓർക്കുക, നവോമി മാറാനുഭവത്തിലേക്ക് കടന്നു പോകുന്നു. ആ സമയത്ത് നവോമി പറഞ്ഞു, എന്നെ നിങ്ങൾ മാറാന്ന് വിളിച്ചാൽ മതി. എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഈ കൺവെൻഷനിലൂടെ എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാൻ എന്ത് ചെയ്യണം? ആ അനുഭവം മാറി നവോമി അനുഭവത്തിലേക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഇന്നും നാളെ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങൾ നവോമി അനുഭവത്തിലേക്ക് കർത്താവ് മാറ്റുന്നു. ധ്യാനക്കാരെ പ്രേക്ഷിച്ച് ശ്രദ്ധിക്കുക, കുമ്പസാരിക്കുന്ന 2 പേരുകളൊന്നും നിർത്താൻ പാടില്ല, അല്ല എല്ലാവരും അവിടെ പോയി നിൽക്കും. അതുകൊണ്ട് 2 പേരോ 3 പേര് മാത്രം നിർത്തുക, ബാക്കി ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകുക, അല്ലെങ്കിൽ ധ്യാനത്തെ ശ്രദ്ധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കുമ്പസാര കൂടിൻ്റെ അടുത്ത് 2 or 3 പേര് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്ന്
പ്രത്യേകം ഓർപ്പിക്കുന്നു കേട്ടോ. നിങ്ങൾ ഇവിടുന്ന് പോവുകയും ചെയ്യാം, അല്ലെങ്കിൽ ക്ലാസ് മിസ്സാവും. നമ്മൾ ഇന്നത്തെ നാളത്തെ ധ്യാനങ്ങളും കംപ്ലീറ്റ് എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ മാറാനുഭവങ്ങളുണ്ട്, ആ മാറാനുഭവം ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് എന്തു ചെയ്യും, വീണ്ടും നവോമി അനുഭവത്തിലേക്ക് ഞാൻ പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഓരോരോ മേഖല, പ്രത്യേകിച്ച് നമ്മൾ ഓരോ മേഖല കണ്ടെത്തും, ധ്യാനിക്കും, പ്രാർത്ഥിക്കും, എന്നിട്ട് ആ ബന്ധിച്ച് പ്രാർത്ഥിച്ച് വിടുതൽ നമ്മൾ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 2 തരത്തിലാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ ഈ മാറാനുഭവങ്ങൾ കടന്നു വരുന്നത്. ഒന്ന് വ്യക്തിപരമായ എൻ്റെ പ്രവൃത്തി നിമിത്തമായിട്ട്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വ്യക്തിപരമായ ദുഃഖം. രണ്ടാമത് എൻ്റെ അല്ലെങ്കിൽ കുടുംബത്തോടെ വന്ന ദുഃഖത്തിൻ്റെ അവസ്ഥ. അപ്പോൾ കുടുംബത്തിൻ്റെ ദുഃഖം, കുടുംബാംഗ ദുഃഖം, ഇത് രണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാൻ വിടുതൽ വാങ്ങിക്കണം. ഹല്ലേലൂയ. കൈ ഉയർത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓക്കേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ വ്യക്തിപരമായ ദുഃഖത്തിലേക്ക് കടന്നു പോകുമ്പോൾ തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, തോബിത്തിൻ്റെ മകനായ തോബിയാസും ഭാര്യയായ സാറായും. ഇനി നമ്മളൊപ്പം തന്നെ കാണുമ്പോൾ ഏറെ ദുഃഖം അനുഭവിക്കുന്ന വ്യക്തിയായി ഈ സാറായെ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വ്യക്തിപരമായ ആ ദുഃഖത്തിലേക്ക് ദൈവം കടന്നു വന്ന് എപ്രകാരം സാറായെയും ഭർത്താവായ തോബിയാസിനെ അനുഗ്രഹിച്ചു, അതുപോലെ എൻ്റെ ജീവിതത്തിലേക്കും ഞാൻ അനുഗ്രഹം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ദുഃഖത്തിൻ്റെ ആധിക്യത്താൽ ഈ സാറ പറയുന്നുണ്ട്, ചത്തു കളഞ്ഞാലോ എന്ന് പോലും ആ സഹോദരി ചിന്തിക്കുന്നു. അതിന് കാരണമുണ്ട്, ഈ സഹോദരിയെ 7 പേര് വിവാഹം കഴിച്ചു. ആ 7 പേരും വധിക്കപ്പെട്ടു. അവിടെ നമ്മൾ പറയുന്നത് അസേമേരൂസ് എന്ന പിശാച് 7 പേരെയും കൊല്ലുകയാണ്. വീണ്ടും ഈ സഹോദരിയുടെ ജീവിതത്തിലേക്ക് ഏറെ ദുഃഖമായി കടന്നു വന്ന അവസ്ഥ എന്ന് പറയുന്നത്, ഈ സാറായി നോക്കിക്കൊണ്ട് മറ്റ് സഹോദരിമാർ പറഞ്ഞു, നിന്നെ ഒരിക്കലും വിവാഹം കഴിക്കാതിരിക്കട്ടെ എന്ന് പോലും ശപിക്കുന്ന പോലെ പറഞ്ഞത്. അവരെന്താ പറഞ്ഞത്? നിന്റെ മക്കളെ കാണാൻ ഞങ്ങൾക്ക് ഇടവരത്തില്ലേ എന്ന് വരെ പറഞ്ഞു. ദുഃഖത്തിൻ്റെ ആധിക്യത്താലാണ് സാറ വിചാരിക്കുന്നത്, ഞങ്ങൾ ചത്തു കളഞ്ഞാലോ എന്ന് പോലും ചിന്തിക്കുന്നു. അച്ഛൻ ഇത് പറഞ്ഞത് ഒന്നാമത്തെ പോയിന്റ്, എൻ്റെ സ്വകാര്യ ദുഃഖങ്ങളിലേക്ക്, സ്വകാര്യ വേദനയിലേക്ക് കർത്താവ് കടന്നു വന്ന് അനുഗ്രഹമായി മാറും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും പ്രിയമുള്ളവരെ, മറ്റൊന്നാണ് കുടുംബപരമായും. അത് അച്ഛൻ കൂടുതൽ നിങ്ങളെ സഹായിക്കുന്നു. കുടുംബപരമായും ആദ്യം സാറ വ്യക്തിപര ദുഃഖത്തിൻ്റെ ഉദാഹരണം അച്ഛൻ പറഞ്ഞു. കൂടുതൽ അച്ഛൻ ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ ഒറ്റപ്പെട്ട വ്യക്തിയല്ല, എൻ്റെ കുടുംബാംഗങ്ങളും ഞാൻ കണക്റ്റഡാണ്. പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിലെ ഒരു വ്യക്തിയുടെ ദുഃഖം എൻ്റെ ദുഃഖമായി മാറുന്നു. കൃപയില്ലാത്ത അവസ്ഥയിൽ ഞാൻ തകർച്ചയിലൂടെ കടന്നു പോകുന്നു, ദുഃഖത്തിലൂടെ കടന്നു പോകുന്നു. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ചാൾസ് വായിക്കാമോ? ജോബിനെ കുറിച്ച് പറയാം. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ. ദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു. തിന്മയിൽ നിന്നും അകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനും ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ജോബിനെ പറ്റി പറയുന്നത്, ജോബ് നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. ഈ സമ്പന്നതയിൽ ജീവിച്ച ജോബ്, നിഷ്കളങ്കനായി ജീവിച്ച ജോബിൻ്റെ ജീവിതത്തിൽ ഏറെ ദുഃഖമായിട്ട് കടന്നു വരുന്നുണ്ട്. വായിച്ച 5-ാം വാക്യം. സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിന്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാകാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനു വേണ്ടിയും ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അർത്ഥമാക്കുന്ന നീതിമാനായ ജോബാണെങ്കിലും ജോബിന്റെ ജീവിതത്തിൽ തൻ്റെ മക്കൾ നിമിത്തമായിട്ട് ഏറെ ദുഃഖം ജോബ് അനുഭവിക്കുന്നു. ഉത്സവ നാളുകളിൽ ജോബിന്റെ മക്കൾ എന്ത് ചെയ്യും? പുറത്ത് ഡിന്നർ ഔട്ടിന് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ജോബ് തിരിച്ചറിയും,
എൻ്റെ മക്കൾ പാപം ചെയ്തു എന്ന്. അതായത് തിന്മയ്ക്ക് അധികാരം കൊടുത്തു. ഇതാണ് പറയുമ്പോൾ പോയിന്റ്. കുടുംബത്തിലേക്ക് ശാപക്കെട്ടുകൾ, ബന്ധനത്തിൻ്റെ അവസ്ഥ കാരണം എന്താണത്? തിന്മ എന്നിൽ പ്രവേശിക്കുവാൻ, തിന്മ എൻ്റെ കുടുംബത്തിൽ പ്രവേശിക്കാൻ ഞാൻ അധികാരം കൊടുക്കുന്നു. ഇപ്പൊ ജോബിൻ്റെ മക്കള് തിന്മ പ്രവേശിക്കുവാൻ അധികാരം കൊടുത്തു എന്ന്, തിന്മ പാപം ചെയ്ത് തിന്മ പ്രവർത്തിക്കുവാൻ അധികാരം കൊടുത്തു എന്ന് തിരിച്ചറിയുന്ന നിമിഷം ജോബ് 2 കാര്യം ചെയ്യും. ഇതാണ് പ്രാധാന്യം. തൻ്റെ മക്കളെ മോചിപ്പിക്കുവാൻ വേണ്ടി, തൻ്റെ മക്കൾക്ക് വിടുതൽ ലഭിക്കുവാൻ വേണ്ടി ജോബ് 2 കാര്യം ചെയ്യും. ഒന്ന്, അതിരാവിലെ എഴുന്നേറ്റ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രണ്ടാമത് ജോബ് ഒരു ബന്ധന പ്രാർത്ഥന നടത്തും. നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം അച്ഛൻ ചെയ്യും, ഇന്നും നാളേക്കായിട്ട്. അതിരാവിലെ ജോബ് ഉണർന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, ജോബ് സാത്താൻ്റെ പറയും, സാത്താനെ നീ എൻ്റെ മക്കളുടെ മേൽ കൈവച്ചു, ആ കൈയെടുത്ത് അങ്ങോട്ട് മാറ്റണം. ബന്ധന പ്രാർത്ഥന അർത്ഥമാക്കുന്ന പ്രിയമുള്ളവരെ, എൻ്റെ കുടുംബത്തിലേക്ക് ഒത്തിരി സ്വാധീനങ്ങൾ, ബന്ധനങ്ങൾ കടന്നു വരും. ഇനി പ്രിയമുള്ളവരെ, ഇത് വന്ന വഴികളെക്കുറിച്ച് ഇന്നലെ അച്ഛൻ നിങ്ങൾ അവസാനം 6-ാം സമയത്ത് പറഞ്ഞതിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ, വ്യക്തിപരമായിലൂടെ വന്ന ബന്ധനത്തിൻ്റെ അവസ്ഥയ്ക്ക് അപ്പുറമായിട്ടും നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും പാരമ്പര്യമായി കടന്നു വന്ന രോഗപീഠകൾ, ബന്ധനത്തിൻ്റെ അവസ്ഥകൾ, തകർച്ചയുടെ അവസ്ഥകൾ, അതെല്ലാം നമുക്ക് സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പുരുഷനിൽ നിന്നും 21 ക്രോമോസോമുകളും സ്ത്രീയിൽ നിന്നും 21 ക്രോമോസോമുകളും കൈമാറ്റപ്പെടുന്നു. അങ്ങനെ 46 ക്രോമോസോമുകൾ. ഇതിലൂടെ ലക്ഷക്കണക്കിന് ജീനുകളാണ് കൈമാറ്റപ്പെടുന്നത്. ഒരു കുഞ്ഞിൻ്റെ ഒരു മനുഷ്യ ജന്മം എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കം 46 ക്രോമോസോമുകളും ലക്ഷക്കണക്കിന് ജീനുകളും. നമ്മുടെയൊക്കെ പ്രവൃത്തിയുടെ ഒത്തിരി ഫലങ്ങൾ, സ്വാധീനങ്ങൾ, ജീനുകളാണ് നമുക്ക് അറിയാം. അപ്പോൾ പാരമ്പര്യമായിട്ട് ഒത്തിരി കാര്യങ്ങൾ കൈമാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ കൈമാറ്റപ്പെട്ട ഒത്തിരി പലതരത്തിലും കൈമാറ്റപ്പെടുന്നുണ്ട്. ശാരീരികമായി കൈമാറ്റപ്പെട്ട അവസ്ഥ, അല്ലെങ്കിൽ മറ്റീരിയൽ ഇൻഹെറിറ്റൻസ്, അല്ലെങ്കിൽ സ്പിരിച്വൽ ഇൻഹെറിറ്റൻസ് അങ്ങനെ പറയും. അപ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ കാണാൻ പോകുന്നത് മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 52-ാം വാക്യം ഒന്ന് വായിച്ചേ. മത്തായി 13:52. അവൻ തുടർന്നു സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. പ്രൈസ് ദി ലോർഡ്. വളരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വചനം ഒന്ന് ഏറ്റവും പ്രാർത്ഥിച്ചേ. അവൻ തുടർന്നു സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തന്റെ നിക്ഷേപത്തിൽ നിന്നും പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് എൻ്റെ ക്ലാസ്സിന്റെ ബേസിക് അടിസ്ഥാനം. ഇതാ, അതായത് സ്വർഗരാജ്യത്തിന് അവകാശിയായി തീർന്ന ഓരോ നിയമജ്ഞനും, നമ്മൾ ഓരോരുത്തരും തൻ്റെ നിക്ഷേപത്തിൽ നിന്നും പഴയതും പുതിയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. 3 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നിക്ഷേപം. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയവും. അപ്പം നിക്ഷേപം എന്ന് പറയുന്നത് എന്നെ ഞാനാക്കുന്ന അവസ്ഥ, എൻ്റെ ജീവിതത്തിൻ്റെ ആകെ തുക, എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആകെ തുക, അതാണ് എൻ്റെ നിക്ഷേപം. ആ നിക്ഷേപം എന്ന് പറയുന്നത് പഴയ നിക്ഷേപം, പുതിയ നിക്ഷേപം. പഴയ നിക്ഷേപം എന്ന് പറയുന്നത് പാരമ്പര്യമായി തലമുറയായി എനിക്ക് കൈമാറ്റപ്പെട്ട് കിട്ടിയത്, ജീനുകളുടെയും ക്രോമോസോമുകളുടെയും എല്ലാം കൈമാറ്റം കിട്ടുക, അത് പഴയ നിക്ഷേപം. പുതിയ നിക്ഷേപം എന്ന് പറയുന്നത് ഞാൻ, എൻ്റെ പ്രവൃത്തി, എൻ്റെ വാക്ക്, എൻ്റെ ചിന്ത നിമിത്തമായിട്ട് എന്നിലേക്ക് കടന്നു വന്നത്.
അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് പഴയ നിക്ഷേപവും പുതിയ നിക്ഷേപവും കൂടെ ബ്ലെൻഡിങ് ടുഗെദറാണ്. അപ്പോൾ ആ സമഞ്ജസമായ അവസ്ഥയാണ് ഞാൻ എന്ന വ്യക്തി. അപ്പം ഞാനെന്ന വ്യക്തി ആയത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് രൂപപ്പെട്ടത്? എൻ്റെ മാതാപിതാക്കളിലൂടെ, പൂർവികരിലൂടെ, അവരുടെ ജീനുകളിലൂടെ, അവരുടെ ക്രോമോസോമുകളിലൂടെ എനിക്ക് കൈമാറ്റപ്പെട്ടത്. അത് പഴയ നിക്ഷേപം. പുതിയ നിക്ഷേപം എൻ്റെ ബന്ധനങ്ങൾ, എൻ്റെ തകർച്ചകൾ, എൻ്റെ അടിമത്തങ്ങൾ, എൻ്റെ പ്രവൃത്തികൾ നിമിത്തമായിട്ട് വന്നത്. അപ്പോൾ പ്രിയമുള്ള സഹോദര സഹോദരി, ഇപ്പോൾ ഈ കൺവെൻഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 2 തരത്തിൽ എന്നിലേക്ക് കൈമാറ്റപ്പെട്ടു. ഇത് രണ്ടും ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ നിക്ഷേപം പഴയതാണോ പുതിയതാണോ ഏതുമായിക്കൊള്ളട്ടെ, അത് നന്മയായത് ഞാൻ സ്വീകരിക്കുന്നു, തിന്മയായത് ഞാൻ അങ്ങോട്ട് മാറ്റിക്കളയുന്നു. അർത്ഥമാക്കുന്നത് എൻ്റെ മാതാപിതാക്കളെ പാരമ്പര്യമായി കൈമാറ്റപ്പെട്ട ചില തെറ്റായ പ്രവണതകൾ, ബാഡ് ഹാബിറ്റ്സ്, അത് മാറ്റണം. അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയിലൂടെ, എൻ്റെ പഠനത്തിലൂടെ, ജീവിത സാഹചര്യത്തിലൂടെ എന്നിലൂടെ വന്ന ചില തെറ്റായ പ്രവണതകൾ, സ്വഭാവത്തിൻ്റെ അവസ്ഥകൾ അതെടുത്താണ് മാറ്റണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കുറേ വയസ്സാപ്പച്ചമാർക്ക് അമ്മച്ചൊക്കെ മനസ്സിലായി കാണത്തില്ല, സാരമില്ല. ഒന്ന് മനസ്സിലാക്കുക, ഒരു വിശുദ്ധീകരണം എന്നിൽ സംഭവിക്കണം. അത് സംഭവിക്കണമെങ്കിൽ പാരമ്പര്യമായി തലമുറയായി എന്നിലേക്ക് കൈമാറ്റപ്പെട്ടു വന്ന അവസ്ഥ തിരിച്ചറിയുകയും ഒപ്പം തന്നെ എൻ്റെ വ്യക്തിപരമായ ഞാൻ നിമിത്തമായി സംഭവിച്ച കാര്യങ്ങളും തിരിച്ചറിയുന്നു. എന്നിട്ട് മറ്റൊരു ഇതാണത് ബ്രേക്കിംഗ് ഹാബിറ്റ് എന്ന് പറയും. നിങ്ങളത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ. ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഞാൻ ധ്യാനിക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു ചില പ്രവണതകൾ, ചില സ്വഭാവത്തിൻ്റെ അവസ്ഥകൾ പഴയതാകാം പുതിയതാകാം, അതിൻ്റെ ജീവിതത്തിൽ വേണ്ടാത്തതാ, ദൈവം കാണാൻ ആഗ്രഹിക്കാത്തതാ. അത് ബ്രേക്ക് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ബ്രേക്കിംഗ് ഹാബിറ്റ് എന്ന് പറയും. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നും നാളെ ശുശ്രൂഷ അങ്ങനെയാട്ടോ. അത് രോഗമാകാം, ബന്ധനങ്ങളാകാം, തകർച്ചകളാകാം, അടിമത്തങ്ങളാകാം, ആസക്തിയാകാം, ഏതുമായിക്കോട്ടെ. അതാ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത്. ഇന്നും നാളെ നമ്മൾ കണ്ടെത്തി അത് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിന് മറ്റൊരു ഉദാഹരണമാണ് 1 പത്രോസ് 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിച്ചേ. പിതാക്കന്മാർ നിങ്ങൾക്ക് ലഭിച്ച വൃദ്ധമായ ജീവിത രീതിയിൽ നിന്നും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്. പിതാക്കന്മാരിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച വൃദ്ധമായ ജീവിത രീതി. പ്രൈസ് ദി ലോർഡ്. ചാൾസ് നിൽക്കുക. അതായത് പഴയ നിക്ഷേപം. പിതാക്കന്മാരിൽ നിന്നും എനിക്ക് ലഭിച്ച, എൻ്റെ ഭാര്യയ്ക്ക് ലഭിച്ച, എൻ്റെ ഭർത്താവ് ലഭിച്ച വൃദ്ധമായ ജീവിത രീതി, അതായത് തെറ്റായ പ്രവണതകൾ. വായിച്ചോ. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്, അതിൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നു. അതായത് ഇങ്ങനെ കൈമാറ്റപ്പെട്ട അവസ്ഥ, തെറ്റായ പ്രവണതകളിൽ നിന്നും നീ വീണ്ടെടുക്കപ്പെടാൻ പോകുന്നത്, വീണ്ടെടുക്കപ്പെടുന്നത് എങ്ങനെയാ? നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നു. മറിച്ച് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റേതുപോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വലുതാരമേറ്റ് ഒറ്റാത്ത തന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ കൺവെൻഷൻ ഗൗരവമായി കാണുക. ഒരു വിശുദ്ധിയെ ആഗ്രഹിക്കുക, ഒരു വിടുതൽ നീ ആഗ്രഹിക്കുക. എന്തെന്നാൽ വചനം പറയുന്നു പ്രിയമുള്ള സഹോദര സഹോദരി, തലമുറയായി നിന്നിലേക്ക് നിന്റെ അപ്പനിലൂടെയും അപ്പാപ്പനിലൂടെയും മുത്തപ്പാപ്പനിലൂടെയും കടന്നു വന്ന ചില പ്രവണതകളുണ്ട്. അവർക്കുണ്ടായിരുന്നു, അത് നിന്നിലേക്കും കൈമാറ്റപ്പെട്ടു. ഇതിൽ നിന്നും നീ വിടുതൽ പ്രാപിക്കുന്നത്. അതാണ് നശ്വരമായ
സ്വർണ്ണമോ വെള്ളിയോ കൊണ്ടല്ല, കുഞ്ഞാടിൻ്റെ, അതായത് യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട്. അതായത് പ്രിയമുള്ളവരെ, ഇന്ന് നീ നാളെ നീ കണ്ടെത്തണം, നിന്റെ ജീവിതത്തിൽ നിന്ന്, നിന്റെ കുടുംബ ജീവിതത്തിൽ നിന്ന്, നിന്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് എന്തൊക്കെ കൈമാറ്റപ്പെട്ട അവസ്ഥയുണ്ടോ, ഏതെല്ലാം പാപ സ്വാധീന ബന്ധനങ്ങൾ നിന്നിലും നിന്റെ കുടുംബാംഗങ്ങളുണ്ടോ, അത് കണ്ടെത്തി ഈ അൾത്താറിലേക്ക് സമർപ്പിക്കണം. ഈ അൾത്താറിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നീ വിടുതൽ പ്രാപിക്കണം. അതാണ്. അതുകൊണ്ട് ഗൗരവം കൊടുത്ത് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. കുറെ തിയോളജി പറഞ്ഞു, കുറച്ച് പേര് ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. എങ്കിൽ ഇപ്പം നിങ്ങൾക്കൊരു പശ്ചാത്തലം മനസ്സിലായി 2-3 അച്ഛന് ഉദാഹരണം പറയാം, എളുപ്പത്തിൽ മനസ്സിലാകും. ഒരിക്കലും ഒരു ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം ഒരു ചേട്ടൻ എന്നെ കാണാൻ വന്നു. ആ ചേട്ടൻ പറഞ്ഞു, ബെന്നിയച്ചാ, എൻ്റെ ഇത് എക്സാമ്പിൾ കേട്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഉത്തരം മനസ്സിലാവും ഞാൻ പറഞ്ഞത്. ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ, എൻ്റെ 2 ചേട്ടന്മാരും ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു. അവർ 2 പേരും മരിച്ചത് ഏതാണ്ട് 72ാമത്തെ വയസ്സിലാണ്. എന്നിട്ട് എൻ്റെ പറഞ്ഞു, അച്ഛാ, എനിക്കിപ്പോൾ 68 വയസ്സായി. എന്താ ചേട്ടൻ ചോദിക്കുന്നത് എന്നോട്? പറ. അച്ഛാ, 4 വർഷം കഴിയുമ്പോൾ ഞാനും മരിക്കുമെന്നല്ലേ? 2 മൂത്തവരും 72ാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ചേട്ടൻ്റെ ചോദ്യത്തിന് പ്രസക്തിയില്ലേ? പ്രസക്തിയുണ്ട്. ഞാൻ ഒന്നും മിണ്ടിയില്ല. ധ്യാനം കൂടാൻ വന്നപ്പോൾ ചേട്ടൻ മരിക്കുന്നു പറയാൻ വേണ്ടി വാർത്ത ആക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നത്? അത് മാറും ചേട്ടാ, ചേട്ടൻ പേടിക്കണമെന്ന് പറയാൻ വേണ്ടിയല്ലേ? ഞാൻ ആദ്യം പറഞ്ഞൊന്നുമില്ല. അതാ ചേട്ടന് പിന്നെ പറയാമെന്ന് വെച്ചാൽ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞ് ആ ഒരവസ്ഥ തമ്പുരാന് മാറ്റിത്തരാൻ പറ്റും ചേട്ടാന്ന് പറഞ്ഞു. അതിനു മുന്നേ ഈ ചേട്ടാ എൻ്റെ പറയാ, ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ. അച്ഛൻ എനിക്ക് 2 പെൺകുട്ടികളാ, മനസ്സിലായി. അല്ല, ഇളയവള് ന്യൂസിലാൻഡ് ജോലി ചെയ്യുക, അത് മനസ്സിലായി. ഞാൻ അവിടെ പോയി താമസിക്കാൻ പോവാ അച്ഛാന്ന്. 2 പെൺകുട്ടികളുടെ ഇളയവള് ന്യൂസിലാൻഡ് ജോലി ചെയ്യാണ്, ഞാൻ അവിടെ പോയി താമസിക്കാൻ പോവാന്ന്. ഞാൻ മനസ്സിലോർത്തു, ദൈവമേ, കർത്താവിനറിയാത്ത രാജ്യമാണ് ന്യൂസിലാൻഡ്. നീ ലോകത്തിൻ്റെ ഏത് രാജ്യത്തെ എവിടെ പോയി ജീവിച്ചാലും നീ ജീവിതമാകുന്ന പാസ്പോർട്ടിൽ വീസ സ്റ്റാമ്പ് ചെയ്ത് 72ാമത്തെ വയസ്സാണെങ്കിൽ നീ അങ്ങോട്ട് പോകും, ഒരു സംശയവുമില്ല. അച്ഛൻ പറഞ്ഞത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ പാരമ്പര്യമായി ജീനുകളിലൂടെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൈമാറ്റപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, അത് കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം? സമർപ്പിച്ച് വിടുതൽ വാങ്ങിക്കണം. നീ ഒരു ഡയബറ്റീസ് രോഗിയാണെങ്കിൽ, ഇന്നലെ അച്ഛൻ പറഞ്ഞു അല്ലേ, നീ ഹോസ്പിറ്റലിൽ പോകുന്നു പ്രമേഹ രോഗമായിട്ട്. നിന്നെ പരിശോധിക്കാൻ മുന്നേ ഡോക്ടേഴ്സ് എന്താ ചോദിക്കുന്നത്? വീട്ടിലാർക്കെങ്കിലും പ്രമേഹ രോഗം ഉണ്ടോന്ന്. അതിൻ്റെ അർത്ഥം എന്താണിത്? ഇങ്ങനെ കൈമാറ്റപ്പെടലോ നിനക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന്. ഞാൻ സംഭവം ഓർക്കുക. ഇപ്പോഴും നിന്നെ കുറേ വർഷങ്ങൾക്ക് മുന്നേ, അന്ന് ഞാൻ ബ്രദറാണ്, അച്ഛനൊന്നും ആയിട്ടില്ല. ആ സമയത്ത് എൻ്റെ അമ്മച്ചിയുടെ അനുജത്തിയുടെ മോള്, അവൾ UK ജോലി ചെയ്യുക, കല്യാണം കഴിക്കാൻ വേണ്ടി നാട്ടിൽ വന്നു. അന്ന് അവൾ പറഞ്ഞ കാര്യം ഓർക്കുക കേട്ടോ, ഞാൻ മറന്നിട്ടില്ല, മറക്കാൻ കാര്യമുണ്ട്. ആ കൊച്ചു പറഞ്ഞു, ബെന്നി കുഞ്ഞാഞ്ഞെ എന്ന് വെച്ചാൽ കുഞ്ഞാൻ ചാങ്ങളർത്ഥം, ഞാൻ നാട്ടിൽ വന്നൊക്കെ കല്യാണത്തിന് ഒരുക്കമായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും കല്യാണത്തിൻ്റെ സമയത്തിൽ ഏറ്റവും ബ്യൂട്ടിഫിക്കേഷൻ നടത്തേണ്ടത് പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ദന്തീസിനൊക്കെ കാണാൻ പോയി കുഞ്ഞാഞ്ഞെ. എന്തൊറ്റടി, എൻ്റെ പല്ലൊന്നാത്ത സൂപ്പർ പല്ലല്ല, എൻ്റെ അല്ല അവളുടെ. അവൾ പറഞ്ഞു, പല്ലൊക്കെ ശരിയാക്കാൻ പോയെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കൊച്ച് അന്ന് എന്നോട് ചോദിച്ചു, എൻ്റെ അമ്മയുടെ അനുജത്തിൻ്റെ മോളാണേ, ആ കൊച്ച് അന്ന് എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. എന്താണ് കുഞ്ഞാഞ്ഞ്, എൻ്റെ പല്ല് മാത്രം ഇങ്ങനെ, നിങ്ങളുടെ പല്ലൊന്നും ഇങ്ങനത്തെ അല്ലാലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ആശ്വാസം. എന്താണെന്നറിയാമോ? അവളുടെ പല്ലേക്ക് നല്ല പല്ല, എൻ്റെ പല്ലെന്ന് ആശ്വാസം. ഞാൻ പറഞ്ഞു അന്ന്, എടാ മോനെ പിന്നെ മതിടാ, ഞാനും പറഞ്ഞ കേട്ടോ, എടാ ഇങ്ങ് വന്നടാ, ഈ ബക്കറ്റ് എടുത്തേ, ചുരുങ്ങി പക്ഷെ അവിടെയും കൊണ്ടുവയ്ക്കേ, അവിടെയും കൊണ്ടുവയ്ക്കും, കീപ് ഇറ്റ് ദേ. പ്രൈസ് ദി ലോർഡ്. മതി, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്.
അന്ന് ഞാൻ അവളോട് പറഞ്ഞു, എന്താ എനിക്കറിയോ, ഞാൻ അവൾ ദന്തിച്ചാന്ന് ചോദിച്ചു. പിന്നീട് 2001 ഞാൻ പഠിക്കാൻ വേണ്ടി അമേരിക്കയിൽ പോയി. ഞാൻ പഠിക്കാൻ എന്നെ വിട്ട് വേറെ വിഷയം, യൂത്ത് മിനിസ്ട്രിയൊക്കെ കേട്ടോ. ഉഴപ്പൊന്നുമില്ല. പിന്നെ പുറത്തൊക്കെ പഠിക്കുമ്പോൾ ഒരു ഗുണമുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള വിഷയം സബ്ബായിട്ട് എടുക്കാം. അപ്പം എനിക്ക് ബന്ധനം, പൈശാച പീഡകൾ, ഇങ്ങനത്തെയൊക്കെ എനിക്ക് ഇഷ്ടമുള്ള വിഷയമാണ്. ഇതായി കണക്റ്റീവ് വിഷയമാണ് ഹീലിംഗ് ദ ഫാമിലി ട്രീ. ഇതുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ഞാനത് സ്പെഷ്യലായിട്ട് പഠിച്ചപ്പോഴാണ് ഈ കേസ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. ഉടനെ ഒരു കേസ് ഹിസ്റ്ററി പോലെ ഞാൻ ഈ കൊച്ചു ചോദിച്ച ചോദ്യം എടുത്തു, എന്താണ് കുഞ്ഞാഞ്ഞ എൻ്റെ പല്ല് മാത്രം ഇങ്ങനെ കേടുന്ന്. വീണ്ടും ഞാൻ ഈ പാരമ്പര്യത്തിൻ്റെ അവസ്ഥ തിരിച്ചറിയാൻ വേണ്ടി എടുത്തപ്പോൾ ഈ കൊച്ച് എൻ്റെ അമ്മച്ചിയുടെ അഞ്ചത്തിയുടെ രണ്ടാമത്തെ കൊച്ചാണല്ലോ. അപ്പം എൻ്റെ അമ്മച്ചിയുടെ തലമുറ ഞാനങ്ങ് എടുത്തു. അവിടെ അവർ 5 പേരാ അമ്മച്ചിക്ക് ആങ്ങള, ചേട്ടത്തി, ചേച്ചി, പിന്നെ അമ്മച്ചി നടുക്കലത്തെ, അനുജത്തി, അമ്മച്ചിക്ക് അനുജൻ. ഈ 5 പേരെ ഞാനിങ്ങ് എടുത്തു. ഇത് ഇത്രമാത്രം പാരമ്പര്യമായി മാറ്റപ്പെട്ട അവസ്ഥ എന്നറിയാൻ വേണ്ടി ഈ 5 പേരെ കേസ് ഞാനിങ്ങ് എടുത്തു. ഇവൾ രണ്ടാമത്തെ കുട്ടി. വീണ്ടും അടുത്തായിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഈ 5 പേരുടെയും രണ്ടാമത്തെ മക്കൾ ഞാനിങ്ങ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, വീണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടി പല്ലിൻ്റെ കേസ് എടുത്തു നോക്കി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ അമ്മച്ചിയുടെ തലമുറയിൽ അവർ 5 പേരുടെയും രണ്ടാമത്തെ മക്കളുടെ പല്ലെല്ലാം കേടാ. ഞാനിത് നിങ്ങൾ ചുമ്മാ, എനിക്ക് വിശാലമായ ക്ലാസ്സാണ്, ചുമ്മാ ചുരുക്കി പറഞ്ഞാലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ. എൻ്റെ അച്ചാച്ചൻ്റെ, മൂത്ത അച്ചാച്ചൻ്റെ രണ്ടാമത്തെ ചേട്ടായുടെ പല്ല് കേടാ. രണ്ടാമത്തെ ചാച്ചിയോ വല്യമ്മയോ ഒക്കെ പറയാം. രണ്ടാമത്തെ ചേട്ടായുടെ പല്ല് കേട്. എൻ്റെ വീട്ടിൽ രണ്ടാമത്തെ ചേട്ടൻ്റെ പല്ല് കേട്. 3 നാലാമത്തെ ഈ കൊച്ചിൻ്റെ അമ്മ, ആ കൊച്ചിൻ്റെ പല്ല് കേട്. 5ാമത്തെ എൻ്റെ ഇളയ അങ്കിള്, ആ അങ്കിളിൻ്റെ രണ്ടാമത്തെ കൊച്ചിൻ്റെ പല്ല് കേട്. നോക്ക്, 5 പേരുടെയും രണ്ടാമത്തെ പല്ലൊക്കെ കേട്. പ്രൈസ് ദി ലോർഡ്. പറ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ കൈമാറ്റപ്പെട്ട അവസ്ഥ. രോഗങ്ങളും കൈമാറ്റപ്പെടും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്ത് എന്നോടൊപ്പം പഠിച്ച ഒരു ചക്കനുണ്ടായിരുന്നു. കുറേ പേരുണ്ട്. ഒരു അക്കൈസ ചക്കനാ. ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, വീട്ടിൽ ചെന്നപ്പോൾ അവൻ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്വേഷിച്ചു, ഇവനെങ്ങനെ മരിച്ചത്? കിഡ്നി ഫെയിലിയറായി എന്തോ വന്ന് മരിക്കുന്നു. കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മൂത്ത ചേട്ടൻ പറഞ്ഞു, അവൻ്റെ അനുജനും മരിച്ചു അച്ഛാന്ന് പറഞ്ഞു. അപ്പം നോക്കിയപ്പോൾ ഇപ്പോൾ വീട്ടിൽ ആണുങ്ങളാരുമില്ല, 3 പേരും മരിച്ചു. അച്ഛൻ നേരത്തെ മരിച്ചിരുന്നു. ഈ 3 പേരുടെയും കേസ് എടുത്തപ്പോൾ വീണ്ടും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, 3 പേരും മരിച്ചത് കിഡ്നി ഫെയിലിയർ ആയിട്ടാണ്. വീണ്ടും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, 3 പേരും മരിച്ചത്, 3 ആണുങ്ങളാട്ടോ, 3 പേരും മരിച്ചത് ഏകദേശം ഒരു 43ാമത്തെ വയസ്സിലാണ്. അച്ഛൻ പറഞ്ഞത് ഇതാണ് പാരമ്പര്യ രോഗങ്ങൾ, കൈമാറ്റപ്പെട്ട അവസ്ഥകൾ. ഇത് രോഗങ്ങൾ മാത്രം, സ്വഭാവങ്ങൾ പോലും കൈമാറ്റപ്പെടും. അപ്പം നീ നിന്റെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സമാന തുല്യങ്ങളെ പലതും ഇതുപോലെ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെടുത്ത് നോക്ക്, ടീച്ചർമാരുടെ മക്കൾ മിക്കവാറും അവരാരായി മാറും? ടീച്ചേഴ്സായിട്ട് തന്നെ മാറും. ഡോക്ടേഴ്സിൻ്റെ മക്കളോ? സാധ്യതയുണ്ട്. കള്ളന്മാരുടെ മക്കളോ? ഇതാണ് ജീനുകളുടെ സ്വാധീനം. അച്ഛനൊരു കുറേ കുട്ടികൾ തമാശ പോലത്തെ കഥ പറയാം, എല്ലാവർക്കും അറിയാവുന്ന കഥയായിരിക്കാം. പക്ഷെ എന്താണെന്നറിയാൻ നമ്മൾ പറയാം, കൈമാറ്റപ്പെട്ട കഥയെക്കുറിച്ച്, കൈമാറ്റപ്പെട്ട അവസ്ഥയെക്കുറിച്ച്. ഇത് വിശാലമായ ക്ലാസ് ആട്ടോ. ശരി, ഒന്നുകൂടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ ബന്ധിച്ച് പ്രാർത്ഥിക്കാം. ഇന്നും നാളെ ആയിട്ടോ. പ്രത്യേകിച്ച് വ്യക്തിപരമായ വിശുദ്ധീകരണവും കുടുംബ വിശുദ്ധീകരണമൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. ഒരു പോക്കറ്റടിക്കാരനും കൂടി കണ്ടുമുട്ടി. പോക്കറ്റടിക്കാരനും പറ
പോക്കറ്റടിക്കാരും കൂടി കണ്ടുമുട്ടി. പ്രൈസ് അലോൺ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവർ പറഞ്ഞു, അവർ കണ്ടുകൊണ്ട് സോഫ അവിടെ എവിടെയാ പോലീസ് സ്റ്റേഷൻ വെച്ചായിരിക്കുമല്ലോ, അല്ലാതെ അവരൊക്കെ പിടിക്കാൻ എളുപ്പമല്ലല്ലോ. അപ്പോൾ അവർ യൂണിയൻ രണ്ടുപേരും കല്യാണം കഴിച്ചു, രണ്ടുപേരും കൂടി കല്യാണം കഴിച്ചു. പോക്കറ്റടിക്കാരിയും പോക്കറ്റടിക്കാരനും കൂടി കല്യാണം കഴിച്ചു. കുറേ നാൾ കഴിയുമ്പോൾ അവർക്കൊരു ഉണ്ണി കിട്ടി, ഒരു കൊച്ചു ജനിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ പോക്കറ്റടിക്കാരിയുടെ കൊച്ചിനെ ഡെലിവറി ചെയ്ത നേഴ്സിന് ഭയങ്കര സങ്കടം. ആ പെൺകുട്ടി ഭയങ്കര കരച്ചിലാണ്. എന്താണെന്നറിയാമോ? ആ പെൺകുട്ടിയുടെ വെഡ്ഡിങ് മോതിരം കാണാനില്ല. ഈ പോക്കറ്റടിക്കാരി ഡെലിവറി എടുത്ത നേഴ്സിൻ്റെ വെഡ്ഡിങ് മോതിരം കാണാനില്ല. ഇതെല്ലാത്തിനും തപ്പി നടക്കുക, കരച്ചിലും പിടിച്ചിലായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണല്ലോ വെഡ്ഡിങ് മോതിരം പോയി. ഭയങ്കര കരച്ചിൽ, എല്ലാ സ്ഥലത്തും തപ്പിയിട്ട് ഇതെന്നാ ചെയ്താ കിട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവസാനം ഇങ്ങനെ ഈ പെൺകുട്ടി ഡ്യൂട്ടി റൂമിൽ വന്നപ്പോൾ ഇങ്ങനെ കരഞ്ഞു പറഞ്ഞപ്പോൾ സ്മാർട്ടായ നേഴ്സും പെണ്ണ് പറഞ്ഞു, നീ ഇങ്ങോട്ട് വന്നേ, നീ അവസാനം എവിടെ ജോലി ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ ആ വീട്ടിലെ ഇന്ന റൂമിൽ കിടക്കുന്ന പെണ്ണിന് ആ പെണ്ണിൻ്റെ പ്രസവം എടുത്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരാന്ന് പറഞ്ഞ് പോയി. ഈ പെണ്ണ് സ്മാർട്ടായിട്ട് ഇവൾക്ക് അറിയാമായിരുന്നു, മറ്റുള്ള കേസ് ഹിസ്റ്ററി അറിയാമായിരുന്നു. ഈ പ്രസവം കഴിഞ്ഞ് ജനിച്ച കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എന്താണ്, ആ കുഞ്ഞിങ്ങനെ കൈ പൊത്തി പിടിച്ചുകൊണ്ടിരിക്കുക. എന്ത് ചെയ്ത കൊച്ച് കൈ തുറക്കത്തില്ല. എന്താണെന്നറിയാമോ? ഇവൻ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അമ്മയുടെ പണി തുടങ്ങി. ഈ നേഴ്സ് കുനിഞ്ഞ് ഡെലിവറി ചെയ്യപ്പോൾ എന്ത് ചെയ്തു, ആ നേഴ്സിൻ്റെ വെഡ്ഡിങ് മോതിരം ഇവനെ ഊരി എടുത്തു, അവനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുക. തമാശ പോലത്തെ കേസാണ്. അച്ഛൻ പറയാനുള്ള എല്ലാം കാച്ചി കുക്കി പറഞ്ഞു കഴിഞ്ഞു. എന്താണെന്നറിയാമോ? അപ്പൻ്റെ അമ്മയുടെ ജോലി അവൻ ചെയ്യില്ലേ? അച്ഛൻ പറഞ്ഞു പറയുമുള്ളവരെ, ഇങ്ങനെ അച്ഛൻ പറഞ്ഞ വചനത്തിൻ്റെ വ്യാഖ്യാനമാണ്. പാരമ്പര്യമായി ഒത്തിരി കാര്യങ്ങൾ കൈമാറ്റപ്പെട്ടു. നിങ്ങളവർക്ക് നിങ്ങൾ ദമ്പതിമാരുടെ ജീവിതം നോക്ക്, ഭാര്യയും ഭർത്താവും വ്യത്യസ്തമായ കുടുംബങ്ങൾ ജീവിച്ചതല്ലേ. പക്ഷേ ഈ പാരമ്പര്യത്തിൻ്റെ ഒത്തിരി സ്വാധീനമുണ്ട്. ഒരു പരിധിവരെ എനിക്ക് മാറാൻ പറ്റത്തില്ല. കഴിഞ്ഞ സൊല്ലൂരിന് സഹോദരൻ വിളിച്ച് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ ഡിസ്റ്റന്റ് റിലേഷനായ ഒരു മാൾക്ക് രോഗത്തിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക്. ആ രോഗത്തിന് പ്രത്യേകം എങ്ങനെയാണ്, ആ രോഗം വന്ന മരണം ഉറപ്പാണ്, ട്രീറ്റ്മെൻ്റ് ഇല്ല. അതുപോലെ ആ രോഗം വന്നാൽ ആ രോഗം വന്ന വ്യക്തികളുടെ രണ്ടാമത്തേത് മകളാണെങ്കിൽ ഈ രോഗം കൈമാറ്റപ്പെടും, അല്ലെങ്കിൽ രോഗം കൈമാറ്റപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛൻ ഏതാണ്ട് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ തന്നു, കൈമാറ്റപ്പെട്ട അവസ്ഥ. ഇനി നിങ്ങൾ കാണേണ്ടത്, നിൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ കൈമാറ്റപ്പെട്ട അവസ്ഥയുണ്ടോ? അത് ഒരു രോഗം മാത്രമൊന്നുമല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എല്ലാ തരത്തിലുണ്ട്. ഒരു മകളും അതിൻ്റെ അമ്മയും കൂടി എന്നെ കാണാൻ വന്നു. അപ്പം അമ്മ പറഞ്ഞു, പിന്നെ അച്ഛാ, എൻ്റെ മകള് തെറ്റായൊരു ബന്ധത്തിൽ പെട്ടുപോയി. അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ച് അവളെ ഒന്ന് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഈ ഗാവുൽത്താൻ നടത്തുന്ന ശുശ്രൂഷ ധ്യാനം, ഇങ്ങനെ വിടുതലിൻ്റെ ധ്യാനം, രണ്ട് കാര്യമാണ്. നിങ്ങളുടെ അച്ഛൻ വൈകുന്നേരം ഉച്ചയും കാണിച്ചു തരാം. ഒന്ന് അഭിഷേകം, പരിശുദ്ധാത്മ അഭിഷേകം, മറ്റ് ബന്ധന വിടുതൽ. ഒത്തിരി വിടുതലിൻ്റെ മേഖല നിങ്ങൾക്ക് ഞാൻ കുറേ ചെയ്യും. ഇന്ന് ഉച്ചയ്ക്കും വൈകുന്നേരം നാളെയൊക്കെ ആയിട്ട് ഓരോരോ ബന്ധനത്തിന് മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കള്ളൂടിയന്മാരെ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ മാറ്റാൻ എളുപ്പമൊന്നുമില്ല. എന്നാലും തെറ്റായ ബന്ധത്തിൽ പോയ പിള്ളേരെ എളുപ്പമല്ല, സത്യം പറയാം. കള്ളൂടിയന്മാരെക്കാളും പ്രയാസമാണ് തെറ്റായ ബന്ധത്തിൽ പിള്ളേർ പെട്ടുപോയാൽ. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെ നശിപ്പിക്കുന്ന സാത്താൻ്റെ വലിയൊരു ഇന്നത്തെ ഒരു ഹിഡൻ അജണ്ടയാണ് നമ്മുടെ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഉള്ള കാര്യം പറയാലോ. ഇപ്പം മമ്മി മോളോട് വന്നേക്കുക, എന്നോട് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിച്ച് മാറ്റച്ചാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കൊച്ചിൻ്റെ പറഞ്ഞു, മോള് കഴിഞ്ഞ് ഒന്ന് പുറത്ത് നിൽക്കുമെന്ന് പറഞ്ഞു. മമ്മിയോട് ചോദിച്ചു, ഇന്ന് പണ്ടത്തെ പോലെ ഒന്നുമല്ല, അമ്മയും മകളൊക്കെ വലിയ കൂട്ടായിട്ട് എടാപോടാ വിളിച്ചും സ്നേഹത്തിലും പോണതാ. ഇനി സ്ട്രോങ് ആയ കുട്ടീനെ ഈ തെറ്റായ ബന്ധത്തിൽ മാറ്റാൻ എളുപ്പമൊന്നുമല്ല. ഞാനാ പെങ്ങളോട് ചോദിച്ചു, എൻ്റെ പെങ്ങളിതൊന്നും അറിഞ്ഞില്ലേ? അപ്പോൾ പെങ്ങൾ പറയാം, അച്ഛാ എനിക്ക് അറിയാമായിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം സ്ട്രോങ് ആവുന്നവരെ പെങ്ങളെ മിണ്ടാതിരുന്നത്? അപ്പോൾ പെങ്ങൾ പറയും, അച്ഛാ
അവൾ ആ തെറ്റായ ബന്ധത്തിൽ പോകുമ്പോൾ എനിക്കവൾ ഉപദേശിക്കാൻ ധാർമ്മികമായ അവകാശമില്ല, മോറൽ റൈറ്റ് ഇല്ല. അപ്പോൾ അമ്മ പെങ്ങൾ പറയാ, അച്ഛാ ഞാൻ എന്ത് എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചോ, എന്ത് എൻ്റെ മകൾക്ക് വരരുത് എന്ന് ആഗ്രഹിച്ചോ അത് വന്നു അച്ഛാന്ന്. എന്താ പറ്റി? അപ്പോൾ പറയാ, അച്ഛാ ഇവളെ പോലെ തന്നെ ചെറുപ്പത്തിൽ ഞാൻ തെറ്റായ ബന്ധത്തിൽപ്പെട്ടു. ഞാൻ കൈമാറ്റപ്പെട്ട അവസ്ഥ പറയാൻ വേണ്ടിയാ. ഒരു അക്രൈസ്ത സഹോദരനായിട്ട് ഇഷ്ടമായി. അന്നെൻ്റെ ഡാഡിയും മമ്മിയും എന്നോട് കാല് പിടിച്ച് പറഞ്ഞതാ, ഞാൻ കേട്ടില്ല. 3 ആഴ്ച മാത്രം ഞാൻ അവനോടൊപ്പം ജീവിച്ചത്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടുന്ന അനുഭവത്തെ സാക്ഷിയായി. ഇവനല്ല, ഇവൻ്റെ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് വന്നത്. എനിക്ക് സഹിച്ചില്ല. എന്നിട്ട് അവൻ അങ്ങ് ഇവളെ തന്നിട്ട് പോയി. അന്ന് ഞാൻ തീരുമാനമെടുത്തു, എനിക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ, എനിക്ക് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഞാൻ അവളെ വളർത്തും. ഏറ്റവും കൂടുതൽ എന്താഗ്രഹിച്ചോ, എനിക്ക് വന്ന ഗതിയുടെ എൻ്റെ മകൾക്ക് വരരുന്ന് ആഗ്രഹിച്ചോ അത് വന്നു വച്ചാ, എൻ്റെ ചങ്ക് പൊട്ടു വച്ചാന്ന് പറഞ്ഞു. ഏതായാലും എനിക്കറിയാതെ എളുപ്പമല്ലാന്ന് ഞാൻ പെങ്ങള് പുറത്ത് നിൽക്ക്, ഞാൻ അവളെ കൊണ്ട് ഉപദേശിക്കാമെന്ന് പറഞ്ഞു. ബന്ധനത്തിൻ്റെ അവസ്ഥയും കൈമാറ്റപ്പെട്ട രണ്ടും ക്ലബ് ചെയ്ത് പറയാ കേട്ടോ. ഈ പെങ്കൊച്ചിനെ വിളിച്ചു, മോളെ പറ്റുന്നതിലൊക്കെ ഉപദേശിച്ചു, ഒരു രക്ഷയില്ല. ഇവിടെ ഭയങ്കര സ്ട്രോങ്ങാണ്. എനിക്കതറിയാം, സ്ട്രോങ് ആവുമെന്ന് എനിക്കറിയാം. അങ്ങനത്തെ സാഹചര്യം എങ്ങനെയാണ്. അവസാനം നമ്മുടെ ഒരു ആയുധമുണ്ട്, അതെടുക്ക് അവസാനം അറ്റക്കായിട്ട് ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞു. മോള് കാര്യം ചെയ്യട്ടെ, മോളൊന്ന് മുട്ടുകുത്തോ, അച്ഛൻ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ദൈവമേ, ആദ്യമായിട്ടൊരു കൊച്ചൻ്റെ മുഖത്ത് നോക്കി എന്താ പറഞ്ഞറിയാമോ, ഞാൻ ഇവളിതാ പറഞ്ഞത്, നീ ഒന്ന് മുട്ടുകുത്ത്, നിനക്കൊരു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഒരു കൊച്ചല്ല, ആദ്യമായിട്ട് ഒരാളെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞു. ചെയ്യൂ, ഇവിടെ ഒന്നും ഒരു വരുമ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ നേരം കിട്ടുന്നില്ല. അതുകൊണ്ട് മുഖത്ത് നോക്കി പ്രാർത്ഥിക്കണ്ടെന്ന്. അപ്പേ മനസ്സിൽ കിട്ടും, അന്നാന്ന് തന്നെ പിടിച്ചോളാടെ, അപ്പം മനസ്സിൽ കരുതി. അപ്പോൾ അതുപോലെ പിന്നെ ഞാൻ കോൺവെർസേഷൻ ബിൽഡ് ചെയ്ത യാതൊരു കാര്യവുമില്ല. യൂത്തിൻ്റെ സൈക്കോളജി അങ്ങനെയാണല്ലോ. വീണ്ടും വിഷയമൊക്കെ മാറ്റി വീണ്ടും വളഞ്ഞവളെ പിടിച്ചു. അവൾ വീണ്ടും കമ്പനിയായി. എന്നിട്ടാ കൊച്ചിൻ്റെ ചോദിച്ചു, മോളെ നീ സന്തോഷമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, നീ പറഞ്ഞില്ല പ്രാർത്ഥിക്കത്തില്ല. പക്ഷെ ലെറ്റ് മി ജസ്റ്റ് വാണ്ട് ടു നോ, എനിക്കൊന്ന് അറിയണം മോളെ, എന്തുകൊണ്ടാണ് മോളങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. ഇവളെ പറച്ചിലായിട്ട് ഇവളൊരു ഭയങ്കര ഒരു അയൺ കേളിനെ പോലെ എനിക്ക് തോന്നിയത്. പക്ഷെ പാവം പെൺകുട്ടിയായിരുന്നു. അപ്പനില്ലാതെ വളർന്നു. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതുകൊണ്ട് ഒത്തിരി അമ്മ കഷ്ടപ്പാട് അനുഭവിച്ചു. ഇപ്പം നല്ല പൈസയുണ്ട്, ഏറെ കഷ്ടപ്പാട് അനുഭവിച്ചു. അങ്ങനെ വളർന്ന കൊച്ചുങ്ങൾക്ക് ചില ഡ്രോബാക്സ് വരും, അതൊന്നും പറയാൻ നേരമില്ല. പക്ഷെ ഒന്നുണ്ട്, ഇവള് പറയാണ്, അച്ഛാ ഞാൻ അവനെ ഒത്തിരി സ്നേഹിച്ചു പോയി. അച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ അവനെ മറക്കേണ്ടി വരത്തില്ല, അത് പറ്റില്ല അച്ഛാ പറഞ്ഞിട്ട് ഒറ്റ കരച്ചിൽ. അയ്യോ കഷ്ടമായി, വഴക്കും അങ്ങനെ ചിന്തിക്കണമെന്ന് വെച്ചു. അപ്പോൾ ഒരു കൊച്ചു കുട്ടിയെ പോലെ അവനെ കരയുക. ഞാൻ ഒന്ന് അതിന് സ്വാതന്ത്ര്യപ്പെടുത്തി കേട്ടോ. ഞാൻ പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. അവള് പറഞ്ഞാണ്, അച്ഛനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചാൽ അവന് മറക്കേണ്ടി വരില്ല അച്ഛാ, എനിക്ക് പറ്റത്തില്ല അച്ഛാ, അവൻ ഒറ്റ കരച്ചില്. കുഴപ്പമില്ല, എന്നാലും മാറാൻ തയ്യാറല്ല. സങ്കടമായി നേരം പ്രിയമുള്ളവരെ. 2 മാസം കഴിഞ്ഞപ്പോൾ ഈ കൊച്ചെൻ്റെ അടുത്ത് ഓടി വന്നു. ഇവളെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അതെന്ന് വെച്ചാൽ ഇവളെങ്ങനെ അങ്ങനെ പറഞ്ഞല്ലോ കൊച്ചെ. എന്നാലും ഒരു ട്രാപ്പിൽ വീഴുന്ന കൊച്ചിനെ അതിൻ്റെ ഗതിയോടോർത്ത് ഞാൻ സഹതാവുണ്ടായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ കൊച്ചെൻ്റെ അടുത്ത് ഓടി വന്നു. പ്രൈസ് ദി ലോർഡ്. ടാറ്റാന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവൻ നോട്ട് ചെയ്താണല്ലോ. അച്ഛൻ ഓർക്കണമെന്ന് ചോദിച്ചു. നേരിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല, ഞാൻ നിന്നെ എവിടെയോ പരിചയമുണ്ടെന്നൊക്കെ പറഞ്ഞു. അല്ലാതെ നേരിട്ട് തന്നെ ശരിയില്ലല്ലോ. അപ്പോൾ അവൾ ഒറ്റ കരച്ചു. എന്തു പറ്റി മോളെ, ഇതാ സംഗതി. എന്താ പറ്റി അറിയുമോ, അമ്മേനെ പറ്റിച്ച പോലെ അവളെയും ആ ചക്കൻ പറ്റിച്ചു. പിന്നെ അതുമാത്രമല്ല, ഇവൻ പറഞ്ഞെന്താ അറിയാമോ, ഈ ചക്കൻ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹമായിട്ടൊന്നും നിൻ്റെ കൂടെ കൂടിയൊന്നുമല്ല, ഇനി നിനക്ക് ഡിവോഴ്സ് വേണോ, ഒരു കണ്ടീഷൻ, മ്യൂച്വൽ ഡിവോഴ്സ് ഞാൻ സമ്മതിക്കാം. നിൻ്റെ മമ്മി നിനക്ക് 8 ലക്ഷം രൂപ കോമ്പൻസേഷൻ വാങ്ങിച്ചു തന്നു. അങ്ങോട്ടേ 8 ലക്ഷം രൂപ വാങ്ങിച്ചു തന്നു. അല്ലെങ്കിൽ എന്തു ചെയ്യും, അവർക്ക് എത്രയും കെട്ടാവുന്നൊരു വിഭാഗമാണ്, ഞാൻ വേറെ കല്യാണം കഴിക്കും,
നിനക്ക് വേറെ കല്യാണം കഴിക്കാനോട്ട് പറ്റത്തുമില്ല. ഞാൻ വേറെ അത് പോകണമല്ല പ്രിയമുള്ളവരെ. അച്ഛൻ പറഞ്ഞത് 2 മേഖലയാണ്. നമ്മുടെ കുടുംബത്തെ തകർക്കുന്ന ബന്ധനത്തിൻ്റെ അവസ്ഥകൾ. പ്രൈസ് ദി ലോർഡ്. ഇനി അച്ഛൻ പൊതുവായിട്ട് ചില പൊതു സിംറ്റം പറയാം, ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കുക, എന്നിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ പൊതുവായ ചില സിംറ്റംസ്. ചില കുടുംബങ്ങൾ ആത്മഹത്യകളിൽ നിന്ന് ഒന്നൊന്നായി ഇങ്ങനെ സംഭവിക്കും. ഒരു കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയതാ, അവിടെ 3 പേര് ആത്മഹത്യ ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ഒരേപോലത്തെ ഒരേ ഏജിലാണ്, ഒരു 57 റേഞ്ചിൽ. ഒരു സമയത്തല്ല, പല സമയത്തായിട്ട് അപ്പൻ ആത്മഹത്യ ചെയ്തു. 2ാമത്തെ മകളുടെ കെട്ടുവൻ, മൂത്ത മോൻ. നോക്ക്, അങ്ങനെയൊക്കെ അച്ഛനീ പറയുന്ന സിംറ്റംസ്, ലക്ഷണങ്ങൾ നിൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ എഴുതി വയ്ക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്ട് വേറെ ബന്ധനാന്ന് പറയുന്നില്ല കേട്ടോ. അങ്ങനെ പൊതുവായ അവസ്ഥ നിൻ്റെ കുടുംബത്തിനുണ്ടെങ്കിൽ നിൻ്റെ കുടുംബത്തിന് ഒരു വിടുതൽ ആവശ്യത്ര മാത്രം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില കുടുംബത്തിൽ അകാല മരണം, പുരുഷന്മാർക്ക് ആയുസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക്, ഒരാൾക്കല്ല, കുടുംബം മുഴുവൻ അങ്ങനെ. അതുപോലെ അസാധാരണമായ മരണങ്ങൾ, ജീവിത പരാജയങ്ങൾ. കല്യാണം കഴിച്ച് ഒരാളല്ല, തലമുറയായിട്ടെല്ലാം ഇങ്ങനെ വിധവയായിട്ടോ ഏകസ്യായിട്ടോ വീട്ടിൽ നിൽക്കുക. അതുപോലെ ബിസിനസ് പരാജയങ്ങൾ. എന്ത് ബിസിനസ് ആയാലും കളിച്ചു പിടിക്കത്തില്ല, മുന്നേറാൻ പറ്റുന്നില്ല. അത് രോഗപീഠകൾ, രോഗം ഒഴിഞ്ഞിട്ട് കുടുംബത്തിൽ നേരുമില്ല. ശാരീരിക രോഗമാകാം, മാനസിക രോഗമാകാം, എന്ന് രോഗം, ആ രോഗത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ പരാജയങ്ങൾ. സാമ്പത്തിക മേഖലയിൽ വിടുതൽ പ്രാപിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്ത് കച്ചവടം ചെയ്താലും ഗതി പിടിക്കുന്നില്ല, എന്ത് ചെയ്താലും മുന്നേറാൻ പറ്റുന്നില്ല സാമ്പത്തികമായിട്ട്. പോക്കറ്റ് ഓട്ടമുള്ളതാണ്, വന്നു അതുപോലെ അങ്ങ് പോകുന്നു. ലക്ഷങ്ങളെ ക്രയവിക്രയമുണ്ട്, പക്ഷേ എൻ്റെ ആവശ്യത്തിന് 5 പൈസ എടുക്കാൻ പറ്റാത്ത അവസ്ഥ. എങ്കിൽ പ്രിയമുള്ളവരെ, നാളെയാണ് അതിന് പ്രത്യേകം സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചോളണം. പ്രൈസ് ദി ലോർഡ്. പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ വിവാഹം നടക്കുന്നില്ല, അടുത്ത് വിവാഹം നടന്നു, മക്കൾ ജനിക്കുന്നില്ല. അത് ബന്ധനമൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ നിൻ്റെ ഒരു തലമുറയിലല്ല കേട്ടോ. ഇങ്ങനെ തലമുറ എടുക്കുമ്പോൾ പല കുടുംബത്തിലും പല തലമുറയിലും ഇതുപോലെ ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിയാം, ഒരു വിടുതൽ നിൻ്റെ കുടുംബത്തിന് വേണം. അതുപോലെ അബോട്ടായി പോകുന്നു, മിസ്കാരേജ് വരുന്നു, അവൻ മക്കൾ പഠിക്കുന്നില്ല, കൗതാശ ജീവിതമില്ലാത്ത അവസ്ഥ, മക്കൾ പഠിച്ചു, ജോലി കിട്ടുന്നില്ല, എല്ലാം എവിടെയും തടസ്സങ്ങൾ മാത്രം. ഇങ്ങനെയുള്ള കുടുംബ അവസ്ഥകളെല്ലാം നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൈമാറ്റപ്പെട്ട അവസ്ഥയുടെ മറ്റൊരു ഒന്നാണ് 2 സാമുവേൽ 12-ാം അധ്യായം 10-ാം വാക്യം വായിച്ചേ. 2 സാമുവേൽ 12:10. എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാഥാൻ പ്രവാചകൻ ദാവീദിന് പറഞ്ഞ കാര്യമാണ്. എന്നെ നിരസിച്ച് ഹൃത്യനായ ഊറിയയുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയത് കൊണ്ട് നിന്റെ ഭവനത്തിൽ വാൾ ഒഴിയുകയില്ല. ചില ഭവനത്തിൽ അങ്ങനെയാ, ഒഴിയാത്ത വാള് പോലെ തൂങ്ങിക്കിടക്കുന്ന സമാധാനക്കേടാ. ഒരു കാര്യമല്ല, ഒരാളിലൂടെയല്ല, പാരമ്പര്യമായി കുടുംബത്തെ മുഴുവൻ ഇത്തരം ബാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ദാവീദ് ചെയ്ത പാപത്തിൻ്റെ പരിണത ഫലമാണ്. ഒന്ന്, ദാവീദ് ചെയ്ത പാപത്തിൻ്റെ പരിണത ഫലം. 2, ദാവീദ് ആ പാപം ചെയ്തപ്പോൾ അവൻ്റെ മക്കളെല്ലാം അതുപോലെ പാപം ചെയ്തു. 10 ഗുണം 10 ഗുണം. ഇതാ പാരമ്പര്യത്തിന് കൈമാറ്റപ്പെട്ട അവസ്ഥ. നാട്ടിൽ പറയാൻ മത്ത കൊത്തിയ കുമ്പളങ്ങം കാക്കിയോ? ഇല്ല. മത്ത കൊത്തിയ മത്ത തന്നെ കാക്കിയുള്ളൂ, അല്ലേ? ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 5-ാം വാക്യം വായിക്കുക. 1 രാജാക്കന്മാർ 15:5 വായിക്കുക.
ഈ കൈമാറ്റപ്പെട്ട അവസ്ഥ നമ്മൾ വ്യക്തമായി കാണാൻ സാധിക്കും. ദാവീദ് ഹിത്യനായ ഊറിയായുടെ കാര്യത്തിലൊഴികെ കർത്താവ് കൽപ്പിച്ച യാതൊന്നിൽ നിന്നും ആയുഷ്കാലത്തൊരിക്കലും വ്യതിചലിക്കാതെ അവിടുത്തെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദാവീദ് രാജാവിനെ കുറിച്ച് ദൈവമായ കർത്താവ് പറയാണ്, ഈ പാപ സ്വാധീനത്തിൽ അല്ലാതെ ദാവീദ് ഒരിക്കലും പാപം ചെയ്തിട്ടില്ല, നീതിയോടെ പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒന്നുണ്ട് പ്രിയമുള്ളവരെ, ദാവീദ് ചെയ്ത അതേ പാപങ്ങള് മക്കളും ചെയ്തു. ഈ ഒരു പാപത്തിന്റെ സ്വാധീനത്തിന്റെ അവസ്ഥയാണ് എന്ത് സംഭവിച്ചു? 12:10 ഒന്ന് വായിപ്പിച്ച്. 12:10 2 സാമുവേൽ 12:10 വായിക്കുക. പ്രിയമുള്ളവരെ, നിന്റെ കുടുംബത്തെ നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കുടുംബത്തിന്റെ ബന്ധനത്തിന്റെ അവസ്ഥ നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. 12:10 അതാണ് എന്നെ നിരസിച്ച് വചനമേറ്റി പിടിച്ച് പറഞ്ഞ ഏറ്റവും പ്രാർത്ഥിക്കുക. എന്നെ നിരസിച്ച് കൃത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയത് കൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. ശരിയല്ലേ? എന്താ കുറവ്? സമാധാനം മാത്രം, ബാക്കിയെല്ലാം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ സമാധാനമില്ലാത്ത കുടുംബത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ അതൊരു വ്യക്തിയിലേക്കല്ല, കുടുംബത്തിലേക്ക് മുഴുവൻ അത് വ്യാപിക്കും. നോക്കൂ, 15:30 2 സാമുവേൽ 15:30 വായിച്ചേ. 2 സാമുവേൽ 15:30 വായിച്ചേ. ദാവീദ് നഗ്നപാതനായി തല മൂടി കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. അവനോട് കൂടെയുള്ള എല്ലാവരും, അവന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തല മൂടിയിരുന്നു. അവരും കരഞ്ഞുകൊണ്ട് അവനെ പിന്തുടർന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പാപത്തിന്റെ സ്വാധീനത്തിന്റെ അവസ്ഥയാണ്. ദാവീദ് തലമൂടി കരഞ്ഞുകൊണ്ട് നഗ്നപാതനായി ഒലിവുമലയുടെ കയറ്റം കയറി. ഓർക്ക പ്രിയമുള്ളവര്, ദാവീദ് മാത്രമല്ല, ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തലമൂടിയിരുന്നു, അവരും കരഞ്ഞിരുന്നു. ഇതാണ് കൈമാറ്റപ്പെട്ട അവസ്ഥ. ഏറ്റു വായിപ്പിക്കാം. ദാവീദ് നഗ്നപാതനായി തല മൂടി കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. അവനോട് കൂടെയുള്ള അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും തല മൂടിയിരുന്നു. അവരും കരഞ്ഞുകൊണ്ട് അവനെ പിന്തുടർന്നു. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നിന്റെ കുടുംബത്തിൽ ഒരാൾ മദ്യപാനിയാണെങ്കിൽ, നിന്റെ കുടുംബത്തിൽ തെറ്റായ ബന്ധത്തുള്ള വ്യക്തിയാണെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ഒരാൾ ഏതെങ്കിലും തകർച്ച അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അതിന് കാരണം അവനോ പാരമ്പര്യമായി കൈമാറ്റപ്പെട്ട അവസ്ഥയാണെങ്കിലോ, പ്രിയമുള്ള സഹോദര സഹോദരി, അത് നീ കണ്ടെത്തി തമ്പുരാന്റെ പക്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നീ വിടുതൽ പ്രാപിക്കണം. നീ കണ്ടെത്തണം ഏതെല്ലാം തകർച്ചയാണ് നീ അനുഭവിക്കുന്നത്, ഏതെല്ലാം തകർച്ചയോടെ നീ മുന്നേറുന്നോ, അത് സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 102:6-7. എന്തുണ്ടായിട്ടും പ്രിയമുള്ളവരെ, ഒന്നുമില്ലാത്തവനൊപ്പം നീ ജീവിക്കുന്ന അവസ്ഥയാണത്. സങ്കീർത്തനം 102:6-7 ഒന്ന് വായിച്ചേ. ഈ ശാപഗ്രസ്തമായ കുടുംബ പശ്ചാത്തലത്തില്, കൃപയില്ലാത്ത കുടുംബ പശ്ചാത്തലത്തില് നീ ജീവിക്കുമ്പോണ്ടാകുന്ന അവസ്ഥയാണ് സങ്കീർത്തനം 102:6-7 നാം വായിക്കുന്നത്. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാണ്. വിജനപ്രദേശത്തെ മൂങ്ങ പോലെയും. ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു. പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെ പോലെ ഏകാഗിയാണ്. പ്രൈസ് ദി ലോർഡ്. പുരമുകളിൽ തനിച്ചിരിക്കുന്ന മൂങ്ങയെ പോലെ ഏകാഗിയാണ് ഞാൻ. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഏകാന്തതയും ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയെല്ലാം ദൈവമേ നിന്റെ പക്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന് പല കാരണങ്ങളുണ്ട് എങ്കിൽ അതിലെല്ലാം ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കാൻ കർത്താവേ എന്നെ സഹായിക്കണമേ. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലെ ബന്ധനങ്ങൾ, തകർച്ചകൾ ഓരോന്നോരോന്ന് നീ കണ്ടുപിടിക്കണം, സമർപ്പിക്കണം, പ്രാർത്ഥിക്കണം, വിടുതൽ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. കണ്ണു തുറന്നേ. പ്രിയമുള്ളവരെ,
കുർബാന കഴിഞ്ഞ് നമ്മൾ ഓരോ മേഖല നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ആ സഹായിക്കുന്ന ശുശ്രൂഷ ഉണ്ടാവും. ഒരു കാര്യം ഓർക്കുക, ഈ അടിമത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടുതൽ പ്രാപിക്കണം. ഒരു സംഭവം മാത്രം അച്ഛൻ പറഞ്ഞിട്ട് ഈ സെക്ഷൻ നിർത്തിക്കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. ഓർക്കെ പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതുപോലെ ഒരു ധ്യാനത്തിൻ്റെ അവസരം, ധ്യാനം കഴിഞ്ഞ് പോകുന്ന സമയത്ത് എന്നോട് എൻ്റെ ധ്യാനം കൂടിയ സഹോദരൻ പറഞ്ഞു, അച്ഛാ ധ്യാനം കഴിയുമ്പോൾ അച്ഛൻ എൻ്റെ വീടിൻ്റെ അരികിലൂടെയാണ് വരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ എന്നോട് ആ സഹോദരൻ പറഞ്ഞു, അച്ഛൻ്റെ ധ്യാനം കൂടിയതാണ് ഞാൻ, പോകുമ്പോൾ എന്ത് ചെയ്യണം, അച്ഛൻ്റെ വീട്ടിലൊന്ന് കയറണം. കയറാം. പ്രൈസ് ദി ലോർഡ്. ധ്യാനത്തിൽ പോകുമ്പോൾ കയറത്തില്ല, അപ്പം അഭിഷേകം പോവും. തിരിച്ചു പോകുമ്പോൾ കയറാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ പോരാത്തിന് നീണ്ട യാത്രക്കിടയിൽ ബ്രേക്ക് വേണം. പിന്നെ എന്തിനും കഴിക്കാൻ ഹോട്ടലിൽ കയറേണ്ട വല്ല ആവശ്യമുണ്ടോ? റോഡ് സൈഡിൽ നിങ്ങളുടെ വീടുള്ളപ്പോൾ ഹോട്ടലിൽ കയറേണ്ട ആവശ്യമുണ്ടോ? അതും ഇല്ല. അപ്പോൾ അതും ആകാം, കാണുകയും ചെയ്യാം, പ്രാർത്ഥിക്കുകയും ചെയ്യാം, എല്ലാം ആയിക്കോട്ടെ എന്ന് ഓർത്തു. തീർച്ചയായിട്ടും വരാൻ സഹോദര എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ധ്യാനം കഴിഞ്ഞു, കുറച്ച് സമയമൊക്കെ എടുത്തു. 6:45 വൈകുന്നേരമായി ഇദ്ദേഹത്തെ വീട്ടിൽ ചെന്നപ്പോൾ. ആ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് ആകെ ഒരു വിമിഷ്ടം പോലെ തോന്നി. എന്തൊക്കെ ഒരു പ്രത്യേകൊരവസ്ഥ. ഏതായാലും എന്നോട് കൂടെ വന്ന ചെക്കൻ്റെ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തേ, നീ പുറത്തിരുന്ന് എനിക്കൊരു മധ്യസ്ഥം പ്രാർത്ഥിച്ചോണം, പുറത്തുനിന്ന് കൊന്തെത്തിച്ചൊല്ലിക്കൊള്ളണം. ഞാൻ അകത്ത് കയറി ഇവരാവശ്യപ്പെട്ട പ്രകാരം ചെറിയ കൗൺസിലിംഗ് കൊടുക്കും. കൗൺസിലിംഗ് കേൾക്കാൻ പാടില്ല. കൗൺസിലിംഗ് കഴിഞ്ഞ് പ്രാർത്ഥന, അപ്പം നിന്നെ വിളിക്കാം. അതുപോലെ ഫുഡ് അടിക്കുന്ന സമയത്ത് നിന്നെ വിളിക്കാം. അത് രണ്ടും അവൻ അവകാശപ്പെട്ടാണല്ലോ, കൂടെ വന്നതല്ലേ. അല്ലാതെ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, പുറത്തിരുന്നോളാൻ പറഞ്ഞു. ഞാനിവനെ പുറത്തിരുത്തി, ഞാൻ അകത്ത് കയറി കൗൺസിലിംഗ് തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും, അപ്പോൾ സമയം 7:15 ഈ ചെക്കൻ ഓടി അകത്തേക്ക് വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എടാ മോനെ എന്തിനും മണ്ടത്ത നീ കാണിച്ചത്? നിൻ്റെ പുറത്തിരിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ അകത്ത് ഇവർക്ക് കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു. അപ്പം അവൻ എന്താ പറഞ്ഞതെന്നറിയാമോ? ബെന്നിയച്ച, എന്താടാ, പുറത്തെനിക്ക് തന്നെ ഇരിക്കാൻ പേടിയാവണോ അച്ഛാന്ന്. 7:15 സമയത്ത് ഇവന് പുറത്ത് തനിച്ചിരിക്കാൻ പേടിയാവണമെന്ന് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരതിശയോക്തിയും തോന്നിയില്ല. അകത്തിരുന്ന എനിക്ക് ഏതാണ്ട് അതേ ഫീലിംഗ് ആയിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് വന്ന് മതി എന്നുള്ളത് അച്ഛൻ പറഞ്ഞ കുർബാനയ്ക്ക് പിന്നെ അച്ഛൻ നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനത്തെ സാഹചര്യം. അതാണ് ദാവീദ് രാജാവ് പറഞ്ഞില്ലേ, എൻ്റെ വാള് പോലെയാ, സമാധാനമില്ല, സന്തോഷമില്ല, ഒത്തിരി ബന്ധനങ്ങളാ, കൃപയില്ലാത്ത അവസ്ഥ. എങ്കിൽ പ്രിയമുള്ളവരെ, നീ ചിന്തിക്കുക, പ്രാർത്ഥിക്കുക. ഇങ്ങനെ കൈമാറ്റപ്പെട്ട അവസ്ഥ, അത് ദുഃഖത്തിൻ്റെയോ വേദനയുടെയോ രോഗത്തിൻ്റെയോ തകർച്ചയുടെയോ അടിമത്തത്തിൻ്റെയോ ആസക്തിയുടെയോ എന്തുമായിക്കൊള്ളട്ടെ, ആ വാളിത തൂങ്ങിക്കിടക്കുകയെങ്കിൽ, കൃപയില്ലാത്ത, സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത ഒരവസ്ഥയായി എൻ്റെ കുടുംബം മാറിയിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നീ കണ്ടെത്തണം, എങ്ങനെ എൻ്റെ പ്രവൃത്തിയിലൂടെയാണോ, എൻ്റെ കുടുംബാംഗങ്ങളുടെ പ്രവൃത്തിയിലൂടെയാണോ ഈ ബന്ധനങ്ങൾ കടന്നു. ഒരു കാര്യം ഉറപ്പാണ്, സംരക്ഷണം നഷ്ടപ്പെട്ട ഒരവസ്ഥയായി മാറിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സക്കറിയായുടെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം ഒരാളോർക്ക് വായിച്ചേ. അവിടെ അർത്ഥമാക്കുക ഇങ്ങനെയാണ്: ജെറൂസലേം നഗരം മനുഷ്യൻ പെരുകി കോട്ടയില്ലാത്ത ഗ്രാമപ്രദേശമല്ല കിടക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ, ഞാൻ വ്യാഖ്യാനിച്ചു തരാം, പറഞ്ഞോളാം. അതായത് കോട്ടയില്ലാത്ത ഗ്രാമപ്രദേശം പോലെ ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ നാട്ടിലൊക്കെ മതിലില്ലാത്ത വീട്ടിൽ ആർക്ക് പോടി കയറാൻ പാടില്ലേ? കയറാം. വേലിക്കെട്ടില്ലാത്ത പറമ്പിൽ ആർക്കും കയറാം. പ്രിയമുള്ള സഹോദര സഹോദരി, നീ ചിന്തിച്ചു നോക്കിയേ.
ദൈവിക സംരക്ഷണം നഷ്ടമായ ഒരു വ്യക്തിയാണോ? അഭിഷേകം നഷ്ടമായ ഒരു വ്യക്തിയാണോ നീയോ? ചിന്തിക്കുക. എങ്കിൽ ഈ ധ്യാനത്തിലൂടെ, ഈ ശുശ്രൂഷയിലൂടെ ദൈവിക സംരക്ഷണം കോട്ട നമ്മൾ സക്കറിയ 2:5 വായിച്ചേ. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. ഞാൻ അതിൻ്റെ മധ്യത്തിൽ ചാൾസ കിട്ടിയോ? ഉറക്കെ വായിച്ച 2:5 സക്കറിയ 2:5. ഞാൻ അതിനു ചുറ്റും വലുതരമയത്തെ പിടിച്ചുകൊണ്ട് അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. ഞാൻ അതിന്റെ മധ്യത്തിൽ അതിന്റെ മഹത്വമായിരിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു. ദൈവമേ, ആരും ഏറ്റു പ്രാർത്ഥിച്ചില്ല. ശക്തിയോടെ ഒന്ന് വെടിച്ചില് പോലെ ഉറക്കേറ്റിൽ പ്രാർത്ഥിച്ചേ. ഞാൻ അതിന്റെ ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. ഞാൻ അതിന്റെ മധ്യത്തിൽ അതിന്റെ മഹത്വമായിരിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു. നിർത്തുക. പ്രിയമുള്ളവരെ, ഇനി ഇതെങ്ങനെ കോട്ട കെട്ടും? ഇപ്പൊ നിങ്ങൾ ചെയ്യാം. 2 കാര്യം മാത്രം ഓർക്കുക. ഒന്ന്, ദൈവിക സംരക്ഷണം നഷ്ടമായ ഒരു വ്യക്തിയാണ്, കുടുംബമാണ് ഞാൻ. നീ തിരിച്ചറിയണം. നിനക്ക് പറ്റിയ പേപ്പറിൽ എഴുതി വെക്കണം എങ്ങനെയൊക്കെ നഷ്ടമായെന്ന്, ഞാൻ പറഞ്ഞ പോയിൻ്റൊക്കെ. പിന്നീട് സെക്ഷനിൽ അതെല്ലാം സമർപ്പിച്ച് നമ്മൾ സംരക്ഷണ കോട്ട കെട്ടും. ദൈവിക സംരക്ഷണ കോട്ട കെട്ടും. അഗ്നി കൊണ്ടുള്ള കോട്ട. അഗ്നി എന്ന പരിശുദ്ധാത്മാവാ. അഗ്നി കൊണ്ട് ഞാൻ കോട്ട കെട്ടും. എങ്ങനെ കോട്ട കെട്ടും? എങ്ങനെ ബ്രേക്ക് ചെയ്യും? എങ്ങനെ സംരക്ഷണം കിട്ടും? തലമുറയായി വ്യക്തിപരമായ ജീവിതത്തെ കടന്ന ബന്ധനങ്ങളെ മാറ്റും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കുർബാന കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കാണുകയും ദൈവിക സംരക്ഷണ വലയം നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്.